അതിൻ്റെ ഭാരവാഹികളെ, ഇന്ന് ഇവിടെ നൽകുന്ന ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്ന പ്രതിഭകളായ വിദ്യാർത്ഥികളെ, അവരുടെ രക്ഷിതാക്കളെ, സഹകാരികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിന്റെ താഴെ തല മുതൽ മേലെ തല വരെയുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും, ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ള ആളുകൾ വരെയുണ്ട്. ഞാനിവിടെ ഈ പ്രസംഗത്തിന് മുമ്പ്, ക്ലാസ്സിന് മുമ്പ് വലിയതായിട്ട് ആളുകളെ അവതരിപ്പിക്കുന്നതിന് വല്ലാത്തൊരു പ്രയാസമാണ്. കാരണം ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറയാറില്ല. അരുന്ധതി റോയിയുടെ നോവലിലെ പേരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകത്തിന്റെ പേര്. പുസ്തകമൊന്നുമല്ല, പക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകത്തിന്റെ പേര് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. കൊച്ചു കാര്യങ്ങളിൽ ദൈവത്തെ കാണാൻ സൂക്ഷ്മതയിലേക്ക്, സ്ഥൂലതയിൽ നിന്ന് സൂക്ഷ്മതയിലേക്ക് മാറിയപ്പോഴാണ് മനുഷ്യ വികാസം ഉണ്ടായത്. അതിനെക്കുറിച്ച്, സൂക്ഷ്മതയിലെക്കുറിച്ച് നാനോ ടെക്നോളജിയൊക്കെ വരുന്നതിന് മുമ്പ് വയലാർ രാമവർമ്മയുടെ സർഗസംഗീതം എന്ന കവിതയിൽ ഒരു ശ്ലോകമുണ്ട്. ഓരോ ജീവകണത്തിലും ഉണർന്നുദ്ദീപ്തമായി ധർമ്മ സംസ്കാരോപാസന ശക്തിയായി ഒരു മാസ്മരിക ലോകമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്നുകൂടി ഓർമ്മിച്ചു നോക്കുക. ഓരോ സൂക്ഷ്മകണത്തിലും ഉണർന്നുദ്ദീപ്തമായി ധർമ്മ സംസ്കാരോപാസന ശക്തിയായി ഒരു മാസ്മരിക ലോകം. നമ്മുടെ ജീവിതത്തിന്റെ ഒരു വിരലിൽ പോലും, ഒരു നഖത്തിൽ പോലും, ഒരു രോമത്തിൽ പോലും ഒരു അത്ഭുതമുണ്ട്. ഓരോ ചലനത്തിലും, ഓരോ മുഹൂർത്തത്തിലും, ഓരോ വ്യക്തിയിലും ഓരോ അത്ഭുതങ്ങളുണ്ട്. ഈ അത്ഭുതങ്ങൾ കണ്ടെത്താനുള്ള യാത്രയാണ് വിദ്യാഭ്യാസം. പ്രപഞ്ചത്തോളം നമ്മൾ വളരുന്നത് സൂക്ഷ്മതലത്തിലേക്ക് നമ്മൾ താഴുമ്പോഴാണ്. അപ്പൊ അത്തരത്തിൽ കൊച്ചു കാര്യങ്ങളിൽ മഹത്വത്തെ കണ്ടെത്തുക എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ കൊച്ചു കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു. വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വിദ്യാർത്ഥികൾ ഇപ്പോൾ അടുത്ത കാലത്ത് സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. കാരണം അച്ഛനും അമ്മയും അവർക്ക് മോട്ടിവേഷൻ അല്ല, അവർ തന്ന വൈബാണ്. അതുകൊണ്ട് കുട്ടികൾ ഇപ്പൊ അച്ഛനും അമ്മയും ഒന്നും ചെയ്തില്ലെങ്കിലും, അവരൊന്നും വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും കുട്ടികൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് വികസിക്കുന്നുണ്ട്. പക്ഷെ ആ വികാസത്തിൽ നമുക്കൊരു സാമൂഹ്യ പരിപ്രേക്ഷ്യമുണ്ട്. ആ പരിപ്രേക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക എന്നത് മാത്രമാണ് എന്റെ ജോലി. നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട് അല്ലേ? പണ്ട് 808 സോപ്പും 501 സോപ്പും ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ട്? അന്നൊരാൾ പ്രസംഗിച്ചിരുന്നു, 500 സോപ്പ് ഇവിടെ, നമുക്ക് 501 തരുന്നുള്ളൂ. 500 സോപ്പ് കൂട്ടി വെച്ചിട്ട് 501 നമുക്ക് തരുന്നുള്ളൂ. അതുപോലെ ഈ എക്സ് ആക്സിസും വൈ ആക്സിസും എന്താ പറഞ്ഞേ? അത് കഴിഞ്ഞിട്ടൊരു സെറ്റ് ഇല്ലേ? എന്തുകൊണ്ട് ആ സെറ്റ് പറയുന്നില്ല? ആ സെറ്റ് കണ്ടെത്തലാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എക്സും വൈയും, എക്സ് ആക്സിസ് വൈ ആക്സിസ്, ഇതിനാണ് ഈ പ്ലസ് എന്ന് പറയുന്നത്. പ്ലസിന്റെ അർത്ഥം മനസ്സിലായി? എ പ്ലസ് വരെയല്ല. പ്ലസ് എന്ന ചിഹ്നം, എല്ലാ ചിഹ്നങ്ങളും, എല്ലാ വാക്കുകളും വെറുതെ ഒരു വാക്കുണ്ടാവുന്നില്ല, വെറുതെ ഒരു ചിഹ്നവുമില്ല. എല്ലാ ചിഹ്നത്തിനും, എല്ലാ വാക്കിനും കൃത്യവും വ്യക്തവുമായ അർത്ഥങ്ങളുണ്ട്. ഇപ്പൊ ഇതിന്റെ ചുമരെന്ന് പേര് വരാൻ എന്താണ് കാരണം? ഞാനിപ്പോ പേരുകളുടെ, വാക്കുകളുടെ ഉത്ഭവത്തെ കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ലോകത്ത് എപ്പോഴാ പേരുണ്ടായത്? ഈ ഭൂമിയിൽ സകലതരം പേര് കൊടുത്ത് നമ്മളാണല്ലോ. മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ഒന്നിനും പേരില്ല. നമ്മൾക്ക് മാത്രമേ എല്ലാറ്റിന്റെയും പേരറിയൂ, മനുഷ്യർക്ക് മാത്രമേ പേരറിയൂ. നായക്കറിയില്ല നായയുടെ പേര് നായയാണെന്ന്. താൻ ആനയാണെന്ന് അറിയുന്ന ഒരു ആനയും ലോകത്തില്ല. നമ്മളാണ് അതൊക്കെ നിശ്ചയിച്ചത്. കാട്ടിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ, ഏത് വൻകരയെ ചോദിച്ചാലും ഉത്തരം സിംഹം എന്നാണ്. ആ വിവരം ഇതുവരെ ഒരു സിംഹം അറിയില്ല. അറിഞ്ഞെങ്കിൽ പിറ്റേന്ന് കൊട്ടാരം വേണം, ഇന്നോവ കാറ് വേണം, എക്സ്പോർട്ട് വേണം എന്ന് പറയുന്നത്. അതിപ്പോ നിലത്ത് കിടന്നുറങ്ങി സ്വന്തം ഭക്ഷണം വേട്ടയാടി പിടിച്ച് തിന്നുകയാണ്. നമ്മൾ നിശ്ചയിച്ചതാണ് സിംഹമാണ് കാട്ടിലെ രാജാവ്. എല്ലാം നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിബിംബങ്ങളും പ്രതിരൂപങ്ങളും പ്രതീകങ്ങളുമാണ്. അപ്പൊ ചിഹ്നത്തിന് ചുമരുന്ന് പേര് വന്നത് മേൽക്കൂരിയെ ചുമന്നു നിൽക്കുന്നത് കൊണ്ടാണ്. ഭിത്തി എന്ന് പറഞ്ഞ അർത്ഥം മാറി.
ഭിത്തി എന്ന് പറയുന്നത് റൂമുകളെ വേർതിരിക്കുന്ന, ഭിന്നിപ്പിക്കുമ്പോഴേ ഭിത്തിയാവുന്നു. പകരമായിട്ട് ലോകത്ത് ഒരു വാക്കുമില്ല. വിഷ്ണുവിനെ തൊഴുന്ന ആളുണ്ട്, പക്ഷേ ഒരു ഭക്തനോട് ഞാൻ ഇന്ന് വിഷ്ണുവിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. വിഷ്ണു എന്ന് പേരിട്ടത് അങ്ങനെ അച്ഛനമ്മയുടെ പേരാ. എന്തുകൊണ്ട് വിഷ്ണു എന്ന് പേരിട്ടു? വിഷ്ണു എന്ന് പേരിട്ട് കൃത്യവും വ്യക്തവുമായ അർത്ഥമുണ്ട്. അത് നിങ്ങൾ വിദ്യാർത്ഥികൾ കൃത്യമായി മനസ്സിലാക്കണം. രണ്ട് വാക്കുകൾ സമാന പദമുണ്ടായി, രണ്ടിന്റെയും വ്യത്യാസം കണ്ടെത്തിയാൽ വിഷ്ണുവിന്റെ അർത്ഥം മനസ്സിലാവും. ജിഷ്ണു എന്നുണ്ട്, വിഷ്ണു എന്നുണ്ട്. ജിഷ്ണു എന്ന് പറഞ്ഞാൽ ജയം ആഗ്രഹിക്കുന്നവൻ, വിഷ്ണു എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട ജയം ആഗ്രഹിക്കുന്നവൻ, അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ജിഷ്ണു എന്ന് പറഞ്ഞാൽ എങ്ങനെയൊന്നും ജയിച്ച് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവൻ, വിഷ്ണു എന്ന് പറഞ്ഞാൽ ഫുൾ എപ്ലസ് കൊടുക്കണം ആഗ്രഹിക്കുന്നവൻ, പിടികിട്ടിയ. ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. വിശേഷപ്പെട്ട ജയമാണ് വിഷ്ണു, മനസ്സിലായി? ഈ ബാങ്ക് ഒരു എ ഗ്രേഡ് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ജനറൽ മാനേജർ വിഷ്ണുവാണ്. പോരാ, ഇത് സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ആവണം എന്ന് നിശ്ചയിച്ച ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവന്ന ജനറൽ മാനേജർ വിഷ്ണുവാണ്. ഇതാണ് വ്യത്യാസം. അപ്പോ ഓരോ പ്രതീകവും, അപ്പൊ പ്ലസ് എന്ന പ്രതീകം എ പ്ലസ് അല്ലേ? പ്ലസ് എന്ന പ്രതീകം എന്താണ്? പ്ലസ് എന്ന പ്രതീകം എക്സ് ആക്സിസും വൈ ആക്സിസും ആണ്. എന്താണ് ഈ എക്സ് ആക്സിസും വൈ ആക്സിസും എന്ന് കൃത്യമായി മനസ്സിലാക്കണം. അതാണ് ഞാൻ ഇന്ന് പ്രധാനമായി ക്ലാസ് എടുക്കുന്നത്. എന്താണ് എക്സ് ആക്സിസും വൈ ആക്സിസും എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ നമ്മുടെ സഹകരണ പ്രസ്ഥാനവുമായിട്ട് കണക്ട് ചെയ്യാം. സഹകരണമാണല്ലോ ബാങ്കിന്, സഹകരണമാണ്. സഹ ശബ്ദവുമായി ബന്ധപ്പെട്ട് ഭാരതത്തിൽ ഒരു മന്ത്രം ഉണ്ടായിരുന്നു. ആ മന്ത്രം ഏതൊരു മതത്തിന്റെ മന്ത്രമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം ഈ മന്ത്രങ്ങളൊന്നും ഉണ്ടാവുമ്പോൾ ഇന്ത്യയിൽ ഹിന്ദു മതമില്ല, ലോകത്ത് ക്രിസ്തു മതമില്ല, ഇസ്ലാം മതമില്ല. നിങ്ങൾ മനസ്സിലാക്കണം. മന്ത്രങ്ങൾ എഴുതുന്ന കാലത്ത്, വേദങ്ങൾ എഴുതുന്ന കാലത്ത്, ഉപനിഷത്തുകളുടെ കാലത്തൊന്നും ഇന്ത്യയിൽ ഹിന്ദു മതമൊന്നും ഇല്ല, മതമേ ഇല്ല. മതം എന്ന ഒരു ആശയം പോലും ഇല്ല. മനുഷ്യന് മാത്രമേ ഉള്ളൂ. മനുഷ്യർക്ക് വ്യത്യസ്തമായ പഠന പ്രക്രിയകളുണ്ട്, അത്രയേ ഉള്ളൂ. മതം വന്നിട്ട് പിന്നെ കുറെ കാലം കഴിയില്ല. അപ്പൊ ഈ മന്ത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഏതാ മന്ത്രം? ഒന്നാമത്തെ മന്ത്രം വേറെയുണ്ട്, രണ്ടാമത്തെ മന്ത്രം നമുക്ക് പഠിക്കും. പക്ഷെ ഒന്നാമത്തെ പഠിക്കാതെ ഒന്ന് അറിയണം രണ്ടിന്റെ ബലാബലം. ഒന്നില്ലാണ്ട് രണ്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒന്നാമത്തെ മന്ത്രം ഏതാണെന്നറിയോ? ലോകത്തിലെ വേദങ്ങളുടെ മൂലമന്ത്രം. വേദങ്ങളുടെ മൂലമന്ത്രം എന്താണെന്നറിയാമോ? പഠനവുമായി ബന്ധപ്പെട്ടതാണത്. പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന എനിക്ക് വീട്ടിൽ ലോട്ടറി അടിപ്പിക്കണേ, എനിക്ക് എന്റെ കുട്ടിക്ക് ജോലി കിട്ടണേ, എന്റെ മോളെ കല്യാണം നടത്തണേ എന്നൊന്നും അല്ല. അതാണല്ലോ ഇപ്പോഴത്തെ പ്രാർത്ഥനയല്ല. ഇപ്പോഴത്തെ പ്രാർത്ഥനയല്ല ഇങ്ങനെയുള്ള ചെറിയ ഇവന്റ് മാനേജ്മെന്റ് ആക്കിയിട്ട് ദൈവത്തെ ഇവന്റ് മാനേജ്മെന്റ് ആക്കി കൊട്ടേഷൻ കൊടുക്കല. അന്നത്തെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയെ കുറിച്ച് ഒരു സിനിമ പാട്ടുണ്ട്. ആ പാട്ട് പാടിയാൽ നിങ്ങൾക്ക് അത് ക്ലൂ തരാൻ. ആ പാട്ട് പാടിത്തരാം. എന്നാ പ്രാർത്ഥന ഏതാന്ന് നിങ്ങൾക്ക് ശാരികേ ശാരികേ സിന്ധു ഗംഗാ നദീ തീരം വളർത്തിയ ഗന്ധർവഗായികേ പാടുക നീ പുരുഷാന്തരത്തിലെ ഭാവോജ്വലങ്ങളാം. അടുത്ത വരി സൂര്യഗായത്രികൾ. അതാണ് ആദ്യത്തെ പ്രാർത്ഥന. എന്താ ഈ സൂര്യഗായത്രിയിലെ പ്രാർത്ഥന അറിയാമോ? പ്രകാശം തരുന്ന സൂര്യനോടാ പ്രാർത്ഥിക്കുന്നത്. സൂര്യനോട് പറയാണ്, ഊർജത്തിന്റെ പ്രവാഹമായവനെ ഭർഗോദേവസ്യ ധീമഹി. ഭർഗസ് എന്ന് പറഞ്ഞാൽ ഊർജതന്ത്രം ആടെ ആരംഭിച്ചു. ഊർജത്തിന്റെ പ്രവാഹമായവനെ ധിയോ യോന പ്രചോദയാ. ധീ എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധി. ബുദ്ധിയെ പ്രചോദിപ്പിച്ചാലും ബുദ്ധിയെ എ പ്ലസ് ആക്കിയാലും എന്ന് പറഞ്ഞാൽ നീ പുറത്ത് വെളിച്ചം തരുന്നവനാണ്, നീ അകത്ത് വെളിച്ചം തരുന്നവനാണോ? ഈ പുറത്ത് വെളിച്ചം തരുന്നു അകത്ത് വെളിച്ചം തരുന്നു തമ്മിലുള്ള വ്യത്യാസം അറിയാം. പക്ഷിമൃഗാദികൾക്കെല്ലാം പുറത്തെ വെളിച്ചേ ഉള്ളൂ, അകത്തെ വെളിച്ചമില്ല. പുറത്ത് വെളിച്ചം തരുന്നവനെ കൃഷ്ണൻകുട്ടി എന്ന് പറയും. പുറത്ത് വെളിച്ചം തരുന്നവൻ കൃഷ്ണൻകുട്ടി, ഇലക്ട്രിസിറ്റി മന്ത്രി. മനസ്സിലായോ? അകത്ത് വെളിച്ചം തരുന്നവൻ ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി. പുറത്ത് വെളിച്ചം അകത്ത് വെളിച്ചം എന്നാണ്. മനസ്സിലായി? ആ അകത്ത് വെളിച്ചമായിട്ട് വരൂ എന്ന ആ മന്ത്രം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശാന്തി മന്ത്രത്തിലാണ് ഈ സഹ എന്ന ശബ്ദം അതുണ്ടായി. ഓം സഹനാഭവതു. ഓം എന്ന് പറഞ്ഞാൽ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു മന്ത്രമാണ്. ഓം വാട്ട് ഈസ് ഓം? വാട്ട് ഈസ്? തൃശ്ശൂർ ചിന്മയ കോളേജിൽ വേദാന്തവും ഉപനിഷത്തുകളും എന്ന വിഷയത്തെ പറ്റിയിട്ട്
ഒരു ചർച്ചാ ക്ലാസ്സിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. ഞാനവിടെ പോയി നോക്കുമ്പോൾ സാമ്യമാണോ സദസ്സിൽ പോയി. കടപ്പുറത്ത് പൂയിറക്കാൻ പോയ പരിപാടിയല്ലേ, കടപ്പുറത്ത് അങ്ങോട്ട് പൂയിറക്കാം. ഇവര് ഈ പഠിച്ച് ഇതിനെപ്പറ്റി മന്നം ചെയ്യുന്ന ആളുകൾക്ക് നമ്മളൊരു അല്പം ബുദ്ധിക്കാരം എന്നിട്ട് ഞാൻ തൊട്ട് ചോദിച്ചു ഓങ്കാരത്തിന്റെ അർത്ഥം എന്താ, ആരും ഒന്നും പറയുന്നില്ല. അപ്പൊ ഒരു പയ്യൻ എഴുന്നേറ്റ് പറഞ്ഞു ഓങ്കാരം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഡൗൺലോഡ് ആക്കുന്ന പാസ്വേഡാണ്, ദൈവത്തെ ഡൗൺലോഡ് ചെയ്യുന്ന പാസ്വേഡാണ്. ഓം നമ ശിവായ എന്ന് പറഞ്ഞാൽ ശിവനെ ഡൗൺലോഡ് ആയി കിട്ടും. ഇപ്പൊ എല്ലാം ഡൗൺലോഡ് ചെയ്യുന്നുണ്ടല്ലോ, അതാണ്. അപ്പോ ഓം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ 3 നിയമങ്ങളാണ്. ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു, ഇല്ലാതാവും. ആ ഊ അം കൂട്ടി വായിച്ച ഓം, അത്രയേ ഉള്ളൂ. സിമ്പിളാ, മനസ്സിലായോ? പ്രകൃതിയുടെ 3 നിയമം, ജനിക്കുക, ജീവിക്കുക, മരിക്കുക, അത്രയേ ഉള്ളൂ. അതെല്ലാവർക്കും ബാധകമാണ്. സഹ അവവധു, ഒരുമിച്ചിരുന്ന് പഠിക്കുക. ഗുരുവും ശിഷ്യനും സഹപാഠികളും ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന പ്രക്രിയ ഡിസ്കഷനിലൂടെ ഒരച്ചു കത്തിക്കുന്നതാണ് വെളിച്ചം. നമ്മുടെ അറിവുകളാണ് ഒന്നും തന്നെ നമ്മുടെ സ്വന്തം അറിവല്ല, ഒരുപാട് ആളുകൾ ചേർന്നിട്ടുള്ള അറിവാണ്. ഇൻവെൻഷനും ഡിസ്കവറിയും തമ്മിലുള്ള വ്യത്യാസം, ഡിസ്കവറി ഉള്ളതിനെ കണ്ടെത്തലാണ്, ഇൻവെൻഷൻ ഇല്ലാത്തതിനെ കണ്ടെത്തലാണ്. അത് തെറ്റാണ്. ഇല്ലാത്തതിനെ കണ്ടെത്തലില്ല. മാർക്കോണി ഇൻവെന്റഡ് റേഡിയോ. അദ്ദേഹം നിലവിൽ റേഡിയോ എന്നത് ആ റേഡിയോ തരംഗങ്ങളിൽ പ്രകൃതിയിലുണ്ടല്ലോ, പ്രകൃതിക്ക് ഭൂമിക്ക് പുറത്തു ലോകത്തുനിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതല്ല അതൊന്നും. അപ്പോ ഉള്ളതിനെ കണ്ടെത്തൽ, അതിന്റെ ഉള്ളിലേക്ക് പോക്ക്, അതാണ് ഈ ചുറ്റുവട്ടുള്ള എല്ലാവരും ചേർന്നതാണ് എല്ലാ അറിവുണ്ടായത്. സഹ അവവധു, ഒരുമിച്ച്. ഇതിപ്പോ ഒരു സഹന അവവധുവാണ്, നമ്മളെല്ലാവരും ഒരുമിച്ച് ചിന്തിക്കുന്നില്ലേ? രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സഹനവും പുനർത്തും. ഒരുമിച്ച് ഭുജിക്കണം എന്ത് ഭക്ഷണമല്ല. നാട്ടിൽ മുസ്ലിം കല്യാണത്തിലൊക്കെ സുപ്ര എന്ന് പറഞ്ഞൊരു വലിയ മേശയുടെ മേലെ നടന്ന് ഭക്ഷണം കുടിച്ച് സുപ്ര, അതാണ് സഹനവും പുനർത്തും എന്ന് പലരും തെറ്റിദ്ധരിച്ചു. സഹനവും പുനർത്തും എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ കുട്ടികളോടും മുതിർന്നവരോടും എല്ലാവരും ഒരു സിമ്പിൾ ആയിട്ട് ചോദ്യം ചോദിക്കാം. എന്റെ ചോദ്യം 2 വിധത്തിൽ ഞാൻ ചോദ്യം ചെയ്യും. കാരണം ഒന്നുകിൽ എല്ലാവർക്കും അറിയുന്ന ചോദ്യം ചോദിക്കും, അല്ലെങ്കിൽ അറിയുന്നവരോടെ ചോദിക്കും. ഒന്നിക്ക് അറിയുന്നവരോട് ചോദിക്കും. നമ്മൾ മാഷന്മാരോട് ശീലം ഉണ്ടാവും, അതൊക്കെ തീർത്ത കാലായി. മാഷന്മാർ ഉത്തരം അറിയാത്തവരോട് ആദ്യം ചോദിക്കും, അല്ലെ? ക്ലാസ്സിൽ അറിയുന്നവരോട് ലാസ്റ്റ് ചോദിക്കും. അത് ആദ്യം തന്നെ അറിയുന്ന ആളോട് ചോദിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് സമാധാനമില്ലേ, ഇല്ലേ? എന്താ നിലപാട്? അറിയുന്ന ആൾക്ക് ചോദിക്കുന്നത്. ഇതിന്റെ ഉത്തരം എല്ലാവർക്കും അറിയാം, പക്ഷെ നിങ്ങൾ പറയണം. ചോദ്യം ചോദിച്ച ഉടനെ ഉത്തരം നിങ്ങൾ പറയണം കേട്ടോ. ചോദ്യം ഇതാണ്, തേനുണ്ടാക്കുന്ന ആരാ? തേനുണ്ടാക്കുന്ന ആരാ? തേനീച്ച. എല്ലാവരും ഉത്തരം പറഞ്ഞില്ലേ? ഉത്തരം തെറ്റാണ്. ഒന്നുകൂടി ഞാൻ ചോദിക്കാം, തേനുണ്ടാക്കുന്ന ആരാ? ഓ യെസ്, ഇപ്പോഴാണ് പ്ലസ് ആയത്, ഇപ്പോഴാണ് ഭുജിച്ച. സിമ്പിൾ ആയി ഞാൻ പറഞ്ഞു. എന്താ സംഭവം? പ്ലസ് എന്താന്ന് പറഞ്ഞു. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം, നിങ്ങൾ പറഞ്ഞ ഉത്തരം, ആദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞ ഉത്തരം നിങ്ങളുടെ മനസ്സിലുള്ള നിലവിലുള്ള സ്റ്റാറ്റസ് കോ, അല്ലേ? ആ സ്റ്റാറ്റസ് കോ ഇങ്ങനെയാ വരുന്നത്. ഇങ്ങനെയുള്ള സ്റ്റാറ്റസ് കോ, എക്സ് ആക്സിസ് സ്റ്റാറ്റസ് കോ. പക്ഷെ വീണ്ടും അത് തെറ്റാന്ന് പറഞ്ഞ് ഞാൻ രണ്ടാമത് ചോദിച്ചപ്പോ അതിന് നിങ്ങൾ ചിന്തിച്ചു, ആഴത്തിൽ ചിന്തിച്ചു. അത് വൈ ആക്സിസ് അല്ലേ? അപ്പൊ പ്ലസ്സായി. പൂവാണ് ഉത്തരം കിട്ടി. അപ്പൊ എക്സ് ആക്സിസും വൈ ആക്സിസും പ്ലസ് മനസ്സിലായി. രാജ്യത്തിന് പറ്റിയ അബദ്ധം എന്താണെന്ന്, നമ്മൾ അതിബുദ്ധിമാന്മാരായിരുന്നു. ഭയങ്കര ഓർമ്മശക്തി, ശ്ലോകങ്ങൾ, ഈ വേദങ്ങൾ ഒന്നും തന്നെ എഴുതി വെച്ചിരുന്നില്ല. അറിയോ? വേദമന്ത്രങ്ങൾ ഒന്നും തന്നെ എഴുതി വെച്ചിരുന്നില്ല, എല്ലാം ചൊല്ലി പഠിക്കുക, ബൈഹാർട്ട് പഠിക്കുക. ഈ ബൈഹാർട്ടിന്റെ ഒരു കുഴപ്പം എന്താന്ന് പറഞ്ഞാല് ഓർമ്മശക്തിക്ക് അനുസരിച്ച് ചില ഭാഗം കൂട്ടി വിട്ടുപോകും, ചില ഭാഗം കൂട്ടിച്ചേർക്കും, അല്ലേ? ചില ഭാഗം വിട്ടുപോകല്ലോ. ചൊല്ലുമ്പോൾ ചിലപ്പോൾ സിനിമാ പാട്ടെല്ലാം പാടുമ്പോൾ ബായി തോന്നിയ കോതക്ക് പാട്ട് കേട്ടിട്ടുണ്ടോ? ചിലർ പാടും. നിങ്ങൾ വൈശാലി സിനിമയില് ദും 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 ദുഭിനാദം നാദം നാദം എന്ന പാട്ട് കേട്ടില്ല? ഞാൻ ഈ ഗാനമേളയിൽ ഈ പാട്ട് പാടുന്ന ആളോടല്ല ചോദിക്കുന്നത്. ഇന്ദ്രധനുസ്സിൽ വരുന്ന അടുത്ത വരി ആർക്കും പറയാം. എന്താ? ഇന്ദ്രധനുസ്സിൽ വരുന്ന ട്യൂണ് മനസ്സിലായില്ല. എന്താണ് അതിന് പകരം ഉപയോഗിക്കുന്ന വാക്ക്? എന്താ വാക്ക് എന്ന്
മലയാളികൾ ആരും ചിന്തിച്ചിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. അപ്പൊ വായി തോന്നിയെന്ന് പറഞ്ഞു. ഇതാണ് ഈ ഓർമ്മയിൽ ഒരു പ്രശ്നം. എഴുതി വെച്ചാണ് നിൽക്കുമല്ലോ, ശബ്ദം ഉണ്ടാവും തന്നെ ഇല്ലാതാവുമല്ലോ. ശബ്ദത്തിന്റെ ഒരു പരിമിതി എന്താ, ഉണ്ടാവുമെന്ന് തന്നെ ഇല്ലാതാവും. രേഖപ്പെടുത്തിയാൽ അത് എല്ലാ കാലവും നിൽക്കും, കാലത്തിനും ദേശത്തിനും അപ്പുറത്തേക്ക് പോകും. വേദങ്ങൾ ഇങ്ങനെ ചൊല്ലിയിട്ട് കുറെ കാര്യം വിട്ടുപോയി, കുറെ കൂട്ടിച്ചേർത്തു, വായിക്ക് തോന്നി കൂട്ടിച്ചേർത്തു, അതിന്റെ മൂല്യം നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് കൃഷ്ണദ്വൈപായൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇത് മുഴുവൻ കലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തത്. കലക്ട് ചെയ്ത് എഴുതി വെച്ചു, എഡിറ്റ് ചെയ്തിട്ട്, എന്നിട്ട് അത് പബ്ലിഷ് ചെയ്തു. 4 പാർട്ടാക്കിയിട്ട് ഋക്ക്, യജുസ്, സാമം, അഥർവം എന്ന് പറഞ്ഞ് 4 പാർട്ടാക്കി. ഈ 4നും കൂടി പറയുന്നതാണ് വ്യസിക്കുക. സംസ്കൃതത്തിൽ കലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നതിന് എന്താ പറയുന്നത്? സമ്പാദകൻ, സംശോധകൻ, പ്രസാധകൻ. ഇതിന് വ്യസിച്ചവൻ എന്നാ പറയും. അങ്ങനെയാണ് ഇയാൾക്ക് എന്ത് പേര് വന്ന്? വേദവ്യാസൻ എന്ന് പേര്. വ്യസിച്ചവൻ വ്യാസൻ എന്ന് പറഞ്ഞാൽ ഈ അറിവുകൾ വികസിക്കണം. ആ വേദങ്ങൾ മുഴുവൻ ബൈഹാർട്ട് പഠിച്ച ഓർമ്മശക്തികളില്ല. ഉപനിഷത്തുകൾ എഴുതിയത് 18 പുരാണങ്ങളിൽ 25,000 പേരുണ്ടായിരുന്നു. അതിൻ്റെ അകത്തു നിന്നുള്ള പേരാ പിന്നെ രാമനും ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും എല്ലായിട്ടും നമ്മൾ പേരിട്ടത്. അതിന് മുമ്പ് എന്തായിരുന്നു പേര്? അതേ പറഞ്ഞ ഞാൻ പേരുകളുണ്ടായ ചരിത്രത്തെ പറ്റി പഠിക്കുമ്പോൾ സുമേറിയ സംസ്കാരം മുതൽ ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുക. പേരുകൾ അതിന് മുമ്പ് എന്താ പേര്? ഇനിയിപ്പം ജാനകി എന്ന പേര് ഇട്ടിട്ട് ഇപ്പൊ സിനിമയിൽ പ്രശ്നമായി അല്ലേ? വി ജാനകി അല്ലേ? എ ശ്രീരാമൻ എന്ന് പറയേണ്ടത് അയോധ്യ ശ്രീരാമൻ. ഇനിയിപ്പോ എന്താ കഥ? ഞാൻ പറഞ്ഞു വരുന്നത് 25,000 പേര് കണ്ടുപിടിച്ചില്ലെന്ന്. ചെറിയ ബുദ്ധിയല്ലോ. 25,000 പേര് അതിന് മുമ്പില്ലല്ലോ. 2 മക്കൾക്ക് പേരിടാൻ വേണ്ടിയിട്ട് ഇപ്പൊ അമ്മയും അച്ഛനും കണ്ട നെറ്റ് തപ്പ് കണ്ട ആളോടല്ല ചോദിക്കുക. അന്നേരാണ് 100 മക്കൾക്ക് പേരിട്ട ഒരാൾ ആയിരുന്നു ധൃതരാഷ്ട്രം. ഒരു പേര് ആവർത്തിച്ചു വന്നില്ലല്ലോ. ആപാര ബുദ്ധിയല്ലേ അന്നത്തത്. ആ ബുദ്ധി പോട്ടെ. അമേരിക്ക കൊളംബസ് കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഇല്ലേ? നടന്ന തക്ഷശില സർവകലാശാലകളില്ലേ? ഇവിടെ ഉണ്ട്. അത് പോട്ടെ. നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് വന്നിട്ട് എത്രയായി? മെന്റലിയഫിന്റെ പട്ടികയും മൂലകങ്ങളുടെയും രാസത്വരക ശക്തിയെല്ലാം കണ്ടെത്തി ടെസ്റ്റ് ട്യൂബും പടലും ലാബറട്ടറിയും എക്സ്റേയും സ്കാനിങ്ങും സ്റ്റെതസ്കോപ്പും എല്ലാം വന്നിട്ടല്ലേ മോഡേൺ മെഡിസിൻ ഉണ്ടായി. എന്നാൽ ഈ മോഡേൺ മെഡിസിൻ ഉണ്ടാകുന്നതിന് 1500 കൊല്ലം മുമ്പ് ടെസ്റ്റ് ട്യൂബ് ഇല്ല, പണലില്ല, ലാബറട്ടറി ഇല്ല, മൈക്രോസ്കോപ്പ് ഇല്ല, എക്സ്റേ ഇല്ല, ഒന്നുമില്ലാത്ത കാലത്ത് നമ്മുടെ നാട്ടിലെ മരങ്ങളുടെയും ചെടികളുടെയും വള്ളികളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും തണ്ടും വായിലിട്ട് ചവച്ചരച്ച് നോക്കിയിട്ട് അമ്ല ഗുണമാണോ ക്ഷാര ഗുണമാണോ എന്ന് കണ്ടെത്തി വാദത്തിന് പറ്റുമോ പിത്തത്തിന് പറ്റുമോ കഫത്തിന് പറ്റുമോ എന്ന് കണ്ടെത്തിയിട്ട് എത്രയെത്ര കഷായവും അരിഷ്ടവും ലേഹിയും വടകവും ഗുളികയും തൈരും ഉണ്ടാക്കി വെച്ച ചരകനും സുശ്രുതനും സഞ്ജീവിനിയും നമ്മുടെ നാട്ടുകാരനല്ലേ? എന്തൊരു ബുദ്ധിയായിരുന്നോ! അപാര ബുദ്ധിമാന്മാരായിട്ട് ഇന്ത്യക്കാര്. ഒരു നോബൽ സമ്മാനം കിട്ടുന്നില്ല നമുക്ക്. രാമായണം മഹാഭാരതം എഴുതിയതിന്റെ പിന്മുറക്കാരല്ലേ ഒരു നോബൽ സമ്മാനം കിട്ടുന്നുണ്ടോ? ആകെ ടാഗോറിന് ആകെ ഒന്ന് കിട്ടിയത്. അത് ആദ്യം കിട്ടിയത് അവസാനം, പിന്നൊന്നും കിട്ടിയില്ല. ഒന്നും വേണ്ട, സിമ്പിൾ ആക്കിയ ഒരു കാര്യം പറയാ. ഈ ഹാളിൽ ഇന്ത്യ കണ്ടുപിടിച്ച ഏതൊക്കെ ഒരു സാധനം കണ്ടുപിടിച്ചാട്ടെ? ഇന്ത്യ കണ്ടുപിടിച്ച എന്തെങ്കിലും ഒരു സാധനം 120 received on phone pay. വാച്ച് കണ്ടുപിടിച്ചിട്ടില്ല, പേന കണ്ടുപിടിച്ചിട്ടില്ല, കണ്ണട കണ്ടുപിടിച്ചിട്ടില്ല, നിങ്ങൾ ഇരിക്കുന്ന പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചിട്ടില്ല, ബൾബ് കണ്ടുപിടിച്ചിട്ടില്ല, ഫോൺ കണ്ടുപിടിച്ചിട്ടില്ല, ഫാന് കണ്ടുപിടിച്ചിട്ടില്ല, ട്രെയിൻ കണ്ടുപിടിച്ചിട്ടില്ല, കാറ് കണ്ടുപിടിച്ചിട്ടില്ല, സിമെന്റ് കണ്ടുപിടിച്ചിട്ടില്ല. ഇതൊക്കെ വിദേശികൾ കണ്ടുപിടിച്ചതാ. വായ് നമ്മുടെ കുട്ടികൾ ഗൗരവകരമായി ചിന്തിക്കുക. നമ്മുടെ കുട്ടികളെ ധാരണ നന്നായി പഠിക്കുക, നല്ല കോഴ്സിൽ ചെയ്യുക, എന്നിട്ട് പ്ലേസ്മെന്റ് വാങ്ങുക, എന്നിട്ട് നല്ല ജോലി കിട്ടുക, എന്നിട്ട് നല്ല ശമ്പളം വാങ്ങുക. ആ ശമ്പളം മുഴുവൻ 3 ആൾക്ക് 30 ആൾക്ക് കിടന്നുറങ്ങേണ്ട കൊട്ടാരം പോലത്തെ വീടുണ്ടാക്കുക. എന്നിട്ട് വീടിന് മുമ്പിൽ നല്ല പൂന്തോട്ടം പിടിപ്പിക്കുക, എന്നിട്ട് നല്ല ഗേറ്റ് പിടിപ്പിക്കുക, വലിയ മതിലും കെട്ടുക, എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ട് റീൽ നോക്കി ഇരിക്കുക, എന്നിട്ട് പുറത്തിറങ്ങുക. എന്തിനാ പറയോ? നായിനെ കൂടാൻ കൊണ്ടാക്കാൻ മാത്രം.
ഇതാണ് മനുഷ്യ ജീവിതം എന്ന് ധരിച്ച് വശായിരിക്കുന്ന വിഡ്ഢികളായി മാറുന്നത്. ഇതാണ് മനുഷ്യ ജീവിതം എന്ന് ധരിച്ചുപോയി നമ്മൾ ഒരുപാട് ആളുകൾ. അത് തിരുത്തണം. നമ്മൾ പ്ലസ് ആവണം. എങ്ങനെ? സഹനോ ഭുനക്തു, ഭുജിക്കണം, അറിവിനെ ഭുജിക്കണം. നമ്മൾ ആ അറിവിനെ കാലഘട്ടത്തിനും ദേശത്തിനും പറ്റിയ രീതിയിൽ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. ഇന്ത്യക്ക് പറ്റിയ എന്താ? അറിവുള്ളവർ ഒരു പണിയെടുക്കില്ല, പണിയെടുക്കുന്നവർക്ക് ഒന്നും അറിവ് കൊടുത്തില്ല. മനസ്സിലായ? അറിവുള്ളവർ ഒരു പണിയെടുക്കില്ല, ശ്ലോകം ചൊല്ലി മുമ്പേ കുലുക്കിയിരിക്കും. അല്ലേ? ഒരു പണിയെടുക്കുമോ? അന്ന് അറിവുള്ളവർ വലിയ ആളല്ലേ, ഒരു പണിയെടുക്കും. എന്നാ പണിയെടുക്കുന്നവരോ അവർക്ക് സ്കൂളിൽ പ്രവേശനമില്ല, അക്ഷരജ്ഞാനമില്ല. അപ്പൊ ഈ പ്രവൃത്തിയെയും ചിന്തയെയും കണക്ട് ചെയ്യാൻ ഇന്ത്യക്ക് പറ്റിയില്ല. സനാതനം ഞങ്ങൾ പറയും, നിങ്ങൾ കേൾക്കും. ഒരു വികാസവും അധുനാതനമല്ല, അധുനാതനമായില്ല. നമ്മുടെ അറിവിനെ അധുനാതനമാക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ A+കാരൻ ആരാന്നറിയാമോ? ഇന്ത്യ കണ്ട ആദ്യത്തെ A+കാരൻ അദ്ദേഹം കോളേജിൽ നല്ല മാർക്ക് വാങ്ങിയിട്ടില്ല, നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച പാട്ടുകാരനല്ല, നന്നായി പ്രസംഗിക്കാൻ അറിയില്ല, നല്ല ബോഡിയില്ല, മൊട്ട തലയനാണ്, 6 പാക്ക് വയറാണ്. മോഹൻദാസ് കർമ്മചിന്ത ഗാന്ധി, കരംചന്ദ് ഗാന്ധി. കരംചന്ദ് ഗാന്ധി എന്ന് പറഞ്ഞാൽ കർമ്മം എന്ന X ആക്സിസ്, ചിന്ത എന്ന Y ആക്സിസ്. പ്രവൃത്തിയും ചിന്തയും തന്റെ അദ്ദേഹത്തിന് ചർക്കയിൽ നൂറ്റതിന്റെ പുറകിലുള്ള കാര്യം എന്ന് പറയും. എന്റെ വസ്ത്രം ഞാൻ നെയ്തുണ്ടാക്കണമെന്ന് ഒരു പ്ലേറ്റ് പോലും കഴുകാത്ത, അണ്ടർവെയർ കഴുകാത്ത കുട്ടിക്ക് ഫുൾ A+ കൊടുക്കാൻ പാടില്ല. ഒരു അണ്ടർവെയർ അലക്കൂല, താങ്ങുന്ന ഭക്ഷണത്തിന്റെ പ്ലേറ്റ് അലക്കൂല, കഴുകൂല. കർമ്മവും ചിന്തയും ചാലിച്ചു ചേർക്കണം. അതാ സഹനോ ഭുനക്തു, അറിവിനെ ചിന്ത കൊണ്ട് ഭുജിക്കണം. അടുത്തതാണ് കർമ്മം, സഹവീര്യം കരവാവകൈ. മനസ്സിലായി? അധ്വാനിക്കണം, പണിയെടുക്കണം, ജോലി ചെയ്യണം. ഏത് ജോലിയും മാന്യമാണെന്ന് വരുത്തി തീർക്കണം, മാന്യമാണെന്ന് വരുത്തണം. അതാണ് ആ ചിന്ത. നമ്മുടെ കുട്ടികളാണ് തേനീച്ച. തേനീച്ചയെ പറ്റി ചോദിച്ചത്. നമ്മുടെ കുട്ടികൾ തേനീച്ച. പൂക്കളെന്താ? പുസ്തകങ്ങളാണ്. ഈ പൂക്കളിലെ തേനെല്ലാം മണ്ണിൽ വീണിട്ടും എന്താ മണ്ണിന് മധുരമില്ലാത്ത? എല്ലാ തേനും തേനീച്ചയും ഒന്നും കുടിക്കുന്നില്ലല്ലോ. 3 കോടി വർഷമായി പൂക്കൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് അതിലെ പൂക്കളിലെ തേനെല്ലാം മണ്ണിൽ തൂവിപ്പോയിട്ടും എന്തേ മണ്ണിന് മധുരമില്ല? തേനൊരു ഭക്ഷണ സാധനമാണ്. 24 മണിക്കൂർ കൊണ്ട് കിട്ടും. 24 മണിക്കൂർ കിട്ടുമോ? അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചോദ്യം വന്നില്ലേ, ഇയാൾ എന്താ പറയുന്നത്? എന്റെ വീട്ടിൽ തേൻ വാങ്ങിക്കൊണ്ടെങ്കിൽ ജോലിക്ക് കൊല്ലായി പറ്റിയിട്ടില്ലല്ലോ. പൂവിലെ തേന് തേനീച്ചയെടുത്ത് അപ്പടി തേന്മലയിൽ കൊണ്ടുപോയി വെച്ചിരുന്നുവെങ്കിൽ അത് കിട്ടുമോ? തേനീച്ച അത് ഭുജിക്കുന്നു, കുടിച്ച് ദഹിപ്പിക്കുന്നു. അത് സ്വന്തം തേനാണ് നമുക്ക് കിട്ടുന്നത്. അത് സ്വന്തം തേനാകുന്നു. മനസ്സിലായില്ലേ? ഇപ്പോ പൂക്കളാരാ? പുസ്തകങ്ങൾ. കുട്ടികള് തേനീച്ച. അറിവ് തേന്. അത് അപ്പടിയെടുത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കുക. അത് ഭുജിക്കണം. അത് അസഹനോ ഭുനക്തു, ഭുജിക്കണം. ആ അറിവിനെ എന്റെ കാലത്തിനും ദേശത്തിനും, ദേശം X ആക്സിസ്, കാലം Y ആക്സിസ്. അടുത്ത പ്ലസ് എങ്ങനെയാണ് ഒരറിവ് കാലദേശങ്ങൾ കൊണ്ട് കണക്ട് ചെയ്യുന്നത്? കാലദേശ ബോധമുള്ള ഒരേ ഒരു മനുഷ്യനല്ല. 2025 ആഗസ്റ്റ് മാസം 1 ഇന്ന് എന്ന് ഏതെങ്കിലും പട്ടിക്ക് പൂച്ചക്കും അറിയോ? ഇന്ന് വെള്ളിയാഴ്ച, ഇന്ന് വ്യാഴാഴ്ച, വെള്ളിയാഴ്ച എന്നറിയോ? കാലബോധം നമുക്കേ ഉള്ളൂ. അതുകൊണ്ട് മരിച്ചു പോകുന്നുള്ള ബേജാറ് നമുക്കേ ഉള്ളൂ. മനുഷ്യനെയുള്ളൂ മരിച്ചു പോകുന്നുള്ള ബേജാറ്. പക്ഷിമൃഗാദികൾക്ക് മരിക്കുകയെ മരിക്കൂ. അല്ലാതെ മരണം വരും ഒരു നാൾ ഓർക്കുക മർത്യാ നീ ഒരു പാട്ടോടില്ല. തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ, എപ്പോഴും മരണം നിൻ കൂടെ ഉണ്ട് മറക്കാതെ എന്ന് പാട്ടുപാടുവോ? ഇല്ല. മരണത്തെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കാറില്ല. പക്ഷെ നമുക്ക് കാലബോധം ഉള്ളതുകൊണ്ടാ നമ്മൾ മരിച്ചു പോവല്ലോ എന്നുള്ളൊരു ടെൻഷൻ. ദേശബോധം ഉണ്ടോ? ഇത് തിരൂർ മുനിസിപ്പാലിറ്റിയാണ്.
എന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഫ്രീ ആയിട്ട് കൊടുത്ത ഏത് പശുവിനറിയോ? അറിയോ? ഞാനിപ്പോ എവിടെയാ നിൽക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ പക്ഷിമൃഗാദികൾക്ക് അവർ ഇത് ഏത് അക്ഷാംശം ഏത് രേഖാംശമൊന്നും അറിയില്ല. കാലത്തോടും ദേശത്തോടും കണക്ട് ചെയ്യണം നമ്മുടെ അറിവിനെ. അതാണ് പ്ലസ്. കുറച്ചുകൂടി വിശദീകരിക്കാം. ഞാൻ ഇപ്പൊ നിങ്ങളോട് ക്ലാസ് എടുക്കുന്നത് പ്ലസ് ആവുന്ന ഇതിൽ കാലമില്ലേ? മലയാള ഭാഷയാണ് ഞാൻ പറയുന്നത്. മലയാള ഭാഷ നിങ്ങളുടെ വിചാരം തിരുവനന്തപുരത്തായതാണ്. തുഞ്ചൻ പറമ്പെന്ന് എഴുത്തച്ഛൻ ഉണ്ടാക്കിയതാ മലയാള ഭാഷ എന്ന് തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പൊ തിരുത്തണം. എഴുത്തച്ഛൻ കിളിപ്പാട്ട് എഴുതുന്നതിന് മുമ്പ് കൃഷ്ണപ്പാട്ടുണ്ട്. ചെറുശ്ശേരി കൃഷ്ണപ്പാട്ട് എഴുതിയിട്ടുണ്ട്. മലയാള ഭാഷയിൽ ആദ്യത്തെ സാഹിത്യകൃതി അറിയുന്ന ഏതോ മലയാളിയുണ്ട് ഇവിടെ? മലയാള ഭാഷയിലെ ആദ്യത്തെ സാഹിത്യകൃതി ഏതാണെന്ന് അറിയുന്ന ഏതോ മലയാളി ഉണ്ടോ? എല്ലാം ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഉണ്ടോ? മലയാള ഭാഷയിലെ ആദ്യത്തെ സാഹിത്യകൃതി ചീരാമകവിയുടെ ഇരാമചരിതം പാട്ടാണ്. സാഹിത്യകൃതി അതാണ് 12-ാം നൂറ്റാണ്ടിൽ. പക്ഷെ അതിനേക്കാൾ മുമ്പ് 3 നൂറ്റാണ്ട് മുമ്പ് മാമ്പള്ളി ലിഖിതം 9-ാം നൂറ്റാണ്ടിലെ മാമ്പള്ളി ലിഖിതം മുതൽ തുടങ്ങിയതാണ് ഈ ഭാഷ. അത് എത്രയാളുടെ ചുണ്ടിലൂടെ പേനയിലൂടെ തൂലികയിലൂടെ കടന്നു വന്നിട്ടാ എന്റെ നാവിൻ തുമ്പത്തെത്തുന്നത്. കാലത്തിന്റെ വലിയ എക്സസില്ലേ ഇത്? ഈ ഭാഷ ഞാൻ നിങ്ങളോട് പറയുന്ന എന്റെ തൊണ്ടയിലെ ശബ്ദം അത് ദേശബദ്ധമല്ലേ? ഈ ഊർജം ബർഗസ് സൂര്യപ്രകാശത്തിന്റെ ഊർജമല്ലേ? ഇത് ഇവിടുന്ന് എവിടുന്ന് കിട്ടിയതായിരിക്കും? ആന്ധ്രയിൽ നിന്ന് കിട്ടിയതാ. കഴിഞ്ഞ കൊല്ലം ആന്ധ്രയിൽ ഉദിച്ച സൂര്യരശ്മികൾ അതിന്റെ ഊർജത്തെ അവിടുത്തെ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി ഫോട്ടോസിന്തസിസ് നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി അന്നജം ഉണ്ടാക്കി നെല്ലിന്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ആ കതിരുകൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ല് കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് വെയിൽ ഹൈദരാബാദിൽ നിന്ന് കയറ്റി സെക്കന്ദരാബാദ്, വിജയവാഡ, സേലം, ഈറോഡ്, കോയമ്പത്തൂര്, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂര്, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂര്, താനൂര്, പരപ്പനങ്ങാടി, ഫറോക്ക്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, മാങ്ങിപ്പാലം, തലശ്ശേരി, മുഴപ്പിലങ്ങാട് FCI ബോർഡിൽ കൊണ്ടുവന്ന് അവിടുന്ന് ചിറ്റാരിപ്പറമ്പ് എന്ന് പറയുന്ന വയനാട് കൊട്ടിയൂരിൽ പോകുന്ന ബൈക്കുള്ള എന്റെ നാട്ടിലെ വാസുവാട്ടിന്റെ റേഷൻ കടയിൽ കൊണ്ടുവന്ന അരി എന്റെ വീട്ടിൽ മാറിക്കൊണ്ടുവന്നിട്ട് അരിച്ചിട്ട് ചുട്ട 3 നൂൽപ്പെട്ടി ഞാൻ രാവിലെ തിന്നതിന്റെ ഊർജ്ജല്ലേ എന്റെ തൊണ്ടെന്ന് കേൾക്കുന്നു വെച്ചാ. അപ്പൊ ദേശബന്ധമില്ലേ ഞാൻ പറയുന്നത്? കാലബോധമില്ലേ ഭാഷയ്ക്ക്? അപ്പൊ ഞാൻ പറയുന്ന പ്ലസ് അല്ലേ? പ്ലസ് മനസ്സിലായോ? പ്ലസ് ആണ്. കാലദേശങ്ങളെ കണക്ട് ചെയ്യണം. അധ്വാനവും ചിന്തയും കണക്ട് ചെയ്യണം. ഇത്തരത്തിൽ 3 തരം പ്ലസ് ഞാനിവിടെ പറഞ്ഞു. എ പ്ലസിന്റെ അർത്ഥം മനസ്സിലായി? ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ പ്ലസ്. പരന്ന വായന, ആഴത്തിലുള്ള ചിന്ത, ഇതിനെ കണക്ട് ചെയ്ത് 3 വിധത്തിൽ കണക്ട് ചെയ്തിട്ട് വിജയിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അതിൽ നേടിയത്. അല്ലാതെ ഓർമ്മശക്തി പരീക്ഷിച്ച് പരീക്ഷയിൽ മാർക്ക് വാങ്ങിയത് കൊണ്ട് അതൊന്നുമല്ല. കുട്ടികൾ മനസ്സിലാക്കി. നിങ്ങൾ പ്ലസ് ആവണം. ഇനി ഒരു പ്ലസ് കൂടി. എന്താണ് പ്ലസ്? മനുഷ്യൻ മാത്രമേ പ്ലസ് ഉള്ളൂ. പക്ഷിമൃഗാദികൾക്ക് പ്ലസ് ഇല്ല, മൈനസും ഇല്ല. നമ്മൾ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ഈ ഭൂമി കോടാനുകോടി വർഷം എങ്ങനെയായിരുന്നു? അതിൽ ഒരു മാറ്റം ഉണ്ടാക്കിയില്ല. നമ്മൾ വന്നതിന് ശേഷമല്ലേ മാറ്റം ഉണ്ടാക്കി? നമുക്ക് മാറ്റം ഉണ്ടായി. ആനക്കോ 10 ലക്ഷം വർഷം മുമ്പ് നമ്മളെക്കാൾ മുമ്പ് ആനയുണ്ട്. മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് 10 ലക്ഷം വർഷം മുമ്പ് ആനകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു മരക്കുറ്റി എടുത്തിട്ട് കാർബൺ ടെസ്റ്റ് നടത്തിയാൽ ഈ മരക്കുറ്റിക്ക് എത്ര വർഷം പഴക്കമുണ്ടെന്ന് ഇപ്പൊ തെളിവുണ്ട് കേട്ടോ. ഇപ്പം അതിന്റെ ശാസ്ത്രശാഖ, അതിന്റെ പേരാണ് കാർബൺ ടെസ്റ്റ്. 10 ലക്ഷം വർഷം മുമ്പുള്ള ആനകളുടെ ഫോസിൽ കിട്ടിയിട്ടുണ്ട്. ആ 10 ലക്ഷം വർഷം മുമ്പ് ആനകൾ എങ്ങനെയായി ഭൂമിയിൽ ജീവിച്ച അതേപോലെ 2025 ജീവിക്കുന്നത്. ഒരു മാറ്റമില്ല, ഒരു പ്ലസും ഇല്ല. തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവിലമ്മയുടെയും വടക്കുന്നാഥന്റെയും കിടമ്പുമായിട്ട് പുറത്തേക്ക് എഴുന്നള്ളുന്നത് എത്ര 10-50 ആനയുണ്ടല്ലേ? 5 ലക്ഷം മനുഷ്യരാണും പെണ്ണും കാണാനുണ്ടാവുമ്പോൾ ഒരു ആനയ്ക്ക് ഇതുവരെ ഒരു ട്രൗസർ എടുക്കണമെന്നുള്ള ചിന്തയിൽ ഉണ്ടോ? ഇല്ല. അന്നും ഇന്നും എന്നും ഒരുപോലെ ജീവിക്കുന്നവരാണ് പക്ഷിമൃഗാദികൾ. നമ്മള് ഇന്നലത്തതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ന് ചത്തതിനൊക്കെ ജീവിച്ചു. നമ്മൾ നിരന്തരം പ്ലസ് ആവണം. 2 പ്ലസ് ഭൗതിക സാഹചര്യങ്ങൾ പ്ലസ് ആന്തരിക സാഹചര്യങ്ങൾ.
ഈ ആന്തരിക വെളിച്ചമാണ് ബാഹ്യ വെളിച്ചമായി വർദ്ധിപ്പിച്ചത് മനുഷ്യൻ. തോമസ് ആൽവ എഡിസന്റെ ഉള്ളിലെ വെളിച്ചമാണ് ഈ പുറത്ത് LED വിപ്ലവം ഉണ്ടാകാൻ കാരണമായി ഈ ബൾബിനെ കണ്ടുപിടുത്തല്ലേ. അകത്ത വെളിച്ചം കൊണ്ട് പുറത്ത വെളിച്ചം ഉണ്ടാക്കുന്നവനാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത്, ഈ വെളിച്ചത്തിന് മുമ്പൊരു വെളിച്ചം. ഏത് വെളിച്ചാന്ന് മനസ്സിലായി? ഏത് വെളിച്ചാന്ന് മനസ്സിലായോ? ആന്തരികമായ വെളിച്ചം. ആ വെളിച്ചത്തിന്റെ വികാസമാണ് പ്ലസ്. അങ്ങനെ കൂടി വരുന്ന ആ പ്ലസിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പുതിയ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നമ്മളിപ്പോൾ എന്താ ശീലം? പഴയതൊന്നും മറക്കുകയില്ല, പുതിയതൊന്നും പഠിക്കുകയില്ല. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരുപാട് അഴിച്ചുപണിയുണ്ട്. അത് സർക്കാരിന്റെ കരിക്കുലത്തിലൊന്നും അല്ല വേണ്ടതാണ്, നമ്മുടെ ചിന്തയിലും ശൈലിയിലും. ഇവിടെ രക്ഷിതാക്കൾ കൂടി ഇരിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കുട്ടികളുടെ ബുദ്ധി അപാരമാണ്, അത്ഭുതം തോന്നും. അപാരമല്ലേ? ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് 660% മാർക്ക് കിട്ടിയ ഫസ്റ്റ് ക്ലാസ്, 360 ഫസ്റ്റ് ക്ലാസ്. ഇന്നത്തെ കുട്ടികൾക്ക് ആ മാർക്ക് ആലോചിച്ചു. A+ ഇല്ല, A ഇല്ല, B+ ഇല്ല, വെറും ഡിസ്റ്റിങ്ഷൻ. ഒരാന്ന് രാജാവാസ് ഡിസ്റ്റിങ്ഷൻ. ഇന്നോ 80 പോട്ടെ, 99 വിഷയത്തിൽ കിട്ടി, ഒരു വിഷയത്തിൽ 89%. അവൻ എങ്ങനെയാണ് നാട്ടുകാർ പരിഹരിക്കുന്നത്? അയൽവാസികൾ വന്ന് ചോദിക്കും, ഗോപാലേട്ടനും ബഷീറും ചോദിക്കും, A+ ഇല്ല അല്ലേ? ഈ ചോദിക്കുന്ന ബഷീറും ഗോപാലേട്ടനും പണ്ട് 210 കിട്ടാണ്ട് തോറ്റവിക്കുവനെ. മനസ്സിലായില്ലേ? ഒരു മാർക്ക് 90% കിട്ടാണ്ടായി പോയ കുട്ടീന്റെ ഫോട്ടോ ഒരു ഫ്ലക്സിലും വെക്കില്ല, ഒരു മൊമെന്റോ കുപ്പിച്ചിലും മരപ്പയിൽ ഒന്നും ഓനില്ല. എന്തൊരു ക്രൂരമാണത്! എന്തൊരു ക്രൂരമാണ്! അവനൊന്നുമില്ല. എന്തൊരു അറിവാണ് നമ്മുടെ കുട്ടികൾക്ക്. അവരെന്തൊക്കെയാ പഠിക്കുന്ന? അവരുടെ അസൈൻമെന്റുകൾ, പ്രൊജക്ടുകൾ കണ്ടിട്ടുണ്ടോ? അത്ഭുതങ്ങളാണ്. എനിക്കിപ്പോ +2 കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലം +2 കഴിഞ്ഞൊരു മോനുണ്ട്. അവൻ പഠിക്കുന്നതും അവന്റെ വർത്തമാനവും അവന്റെ ചിന്തകളും ഞാൻ ഇങ്ങനെ പഠിക്കുക. എല്ലാ ദിവസവും രാത്രി ഒരു 1/2-3 മണിക്കൂർ അവനുമായിട്ട് ഫോണിൽ സംസാരിക്കുക എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഏറ്റവും രസകരമായി. ഹോസ്റ്റലിൽ താമസിക്കുക, അസ്ട്രോഫിസിക്സ്, BSc MSc ഇന്റഗ്രേഷൻ കോഴ്സിന് പഠിക്കുകയാണ്. ഓ പഠിച്ച ഓരോ ദിവസം പഠിച്ച പുതിയ കാര്യം എല്ലാം രാത്രി എന്ന് പഠിപ്പിച്ചു. അത് അതിന്റെ ഒരു സൂത്രം നമ്മളൊരു കാര്യം മറന്നുകൊണ്ടിരിക്കാൻ നമ്മളെ മറന്ന കാര്യം അറിയുന്ന കാര്യം ആരോടും പറഞ്ഞുകൊണ്ടാണ്. പിന്നെ മറന്നുകൊണ്ട ഓനെന്തെങ്കിലും പുതിയ കാര്യം എന്തെങ്കിലും പഠിച്ചോ, അത് അന്ന് രാത്രി എന്നെ പഠിക്കുക. എന്നാ ഓനത് അവിടെ ഉറച്ചല്ലോ. അതാണ് ഞാൻ അതുകൊണ്ട് കുട്ടികളെ അത്ഭുതത്തോടെ കാണുക. എന്തൊരു ബുദ്ധിയാ കുട്ടികൾക്ക്. പിന്നെ ആരോഗ്യം, അതും നല്ല ആരോഗ്യം. നമ്മൾ പറയും പണ്ടല്ലേ ആരോഗ്യം കുന്താണ്. നിങ്ങൾ ആലോചിച്ചോട്ടെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ശരാശരി ആയുസ് എത്ര? 45 വയസ്സ്. 45 വയസ്സായി ഇന്ത്യയിൽ ശരാശരി ആയുസ് സ്വാതന്ത്ര്യം കിട്ടുമ്പോ. ഇപ്പോ 79 ആയില്ലേ? ഒന്നും വേണ്ട. നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ പിരിയാൻ പോകുന്ന മാഷന്മാർ നോക്കിയാൽ ഇപ്പൊ പിരിയുന്ന മാഷന്മാർ. അന്ന് പിരിയാൻ പോകുന്ന മാഷന്മാർ നരച്ച് കുളിച്ച് വയസ്സെത്തിയിരുന്നു അല്ലേ? ഇപ്പൊ പിരിഞ്ഞു പോയ മാഷം പിരിഞ്ഞിട്ടൊരു 5 കൊല്ലം, പിരിഞ്ഞാൽ ഒരു 5 കൊല്ലം വെറുതെ മാഷന്മാർ തമാശക്കൊന്ന് മാട്രിമോണിയം കൊടുത്താൽ 100 കണക്കിന് പ്രൊപ്പോസൽ അല്ലേ? അത്ര അല്ലേ യുവാക്കളാണ്. നല്ല ആരോഗ്യ. അതുകൊണ്ട് മാത്രമല്ല, എന്റെയൊക്കെ ബാല്യത്തിലെ കുട്ടികളുടെ കോലം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റൈലിൽ ഒരു കുട്ടിയെ എല്ലാം പുകയത്തെ കുട്ടി, എല്ലാത്തിനും മൂക്കുന്ന ഒരു പേര് 11 ആക്കാൻ ആദ്യം പഠിക്കുക. കയ്യോണ്ടല്ല, മൂക്കോട് 11 ആക്കി. വയറ് വലിയ വലിപ്പമുണ്ടെങ്കിലും ഗോവിന്ദച്ചാമിയുടെ ഉടനെ പോലെ നെഞ്ചു കൂടല്ല ഇങ്ങനെ കാണാം. ഗോവിന്ദച്ചാമി പണ്ടങ്ങനെയല്ലേ, ഇപ്പൊ രക്ഷപ്പെടാൻ വേണ്ടിയ വയറ് വലിപ്പുണ്ടാകാൻ കാരണം ഭക്ഷണം കഴിച്ചിട്ടല്ല. ഗ്രഹണി എന്ന് പറഞ്ഞ അസുഖം വന്നിട്ട് ചുമലിന് കിണ്ണഞ്ചാരി പോലത്തെ വയറാണ്. തലയിൽ മുഴുവൻ പേര്, നഖങ്ങളിലെ പിണകായി, വൃത്തികെട്ട കോലം കെട്ട കുട്ടികൾ കുട്ടി നീന്തലാണ്. അതുപോലെ ഉണ്ടോ? എല്ലാം നല്ല സ്റ്റൈലും. നമ്മളെ കുട്ടികൾ സുന്ദരന്മാരും സുന്ദരികളാണ്.
ഞാൻ അതേപോലത്തുള്ള കുട്ടികളെ കഴിഞ്ഞ കൊല്ലം കണ്ടു കേട്ടോ. ഒരു ഗ്രാമത്തിൽ, ആസാമിലെ ഒരു ഗ്രാമത്തിൽ ഒരു പഞ്ചായത്തിനെ പറ്റി പഠിക്കാൻ വേണ്ടിയാണ് പോയി. ഗുവാഹട്ടിക്ക് 180 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിൽ. അവിടെ എന്റെ ബാല്യത്തിലുള്ള അതേപോലത്തെ കുട്ടികൾ സ്കൂളൊന്നും പോകാണ്ട് എന്ന് പറഞ്ഞാൽ അവരിപ്പോ 10 കൊല്ലം പറകില്ലാന്ന് അർത്ഥം. നമ്മുടെ നല്ല ആരോഗ്യമാണ്, നല്ല ബുദ്ധിയാണ്, പിന്നെ എന്താ പ്രശ്നം? ഇനിയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നമ്മുടെ 4 ആൾ ഒത്തുകൂടിയ സ്ഥലത്തൊക്കെ ചെറുപ്പക്കാരെയും കുട്ടികളെയും കുറ്റം പറയില്ലല്ലേ? ഇപ്പൊ ഒരു വിനോദം. കുട്ടികൾ MDMA ആണ്, മയക്കുമരുന്നാണ്, കഞ്ചാവാണ്, കത്തിക്കുത്താണ്, തോന്നിയാസാണ്, ചെറുപ്പക്കാരെ കുറ്റം. എന്താ വിഷയം? നിങ്ങൾ ആലോചിച്ചു. അത്ര മോശക്കാരാണ് നമ്മുടെ കുട്ടികൾ. എന്റെ ബാല്യത്തിൽ എനിക്ക് ഉറപ്പാണ് 25 ചെറുപ്പക്കാരെങ്കിലും എന്റെ നാട്ടിൽ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു തെറ്റായിരുന്നില്ല. സ്വാമി എന്നാ പറയുക. ബീഡി വലിക്കാത്ത ഒരൊറ്റ ആളുകളെ കാണില്ല എന്റെ നാട്ടിൽ. ഇപ്പൊ ബീഡി വലിക്കുന്ന ഒരൊറ്റ പിള്ളേരുണ്ടോ? കഞ്ചാവ് അന്ന് ഇഷ്ടം പോലെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അത് TV-യിൽ വരില്ല, അത് ഫേസ്ബുക്കിൽ വരില്ല. ഇപ്പൊ ഏടിയെങ്കിലും ഒരുത്തൻ കഞ്ചാവ് ഉപയോഗിച്ച പിടിച്ച മലയാളികളോട് നല്ല പ്രചാരണമാണ് കഞ്ചാവ്. ഇത് കണ്ടിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു പോവാ കുട്ടികളെല്ലാം ഇങ്ങനെയാണ്. ഒന്നല്ല കേട്ടോ, നമ്മളെ മഹാഭൂരിപക്ഷ കുട്ടികളും നല്ല കുട്ടികളാണ്. അപൂർവം ചില കുട്ടികളും മോശമായിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലാണ് ചർച്ച ചെയ്യുന്നത്. അതെല്ലാം നല്ല കുട്ടികളാണ്, നല്ല സ്നേഹമുള്ള കുട്ടികളാണ്. എന്താ പ്രശ്നം? ചെറിയൊരു പ്രശ്നമേ നമ്മുടെ യുവാക്കൾ. ആ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തലാണ് ഞാൻ. ഒരു വ്യക്തിയിൽ 3 ഘടകങ്ങളുടെ സമഗ്രമായ വികാസമാണ് ഒരു വ്യക്തിത്വം. 3 ഘടകങ്ങളുടെ സമഗ്രമായ വികാസം. എന്താ ഈ 3 ഘടകം? 2 ഘടകം ഞാൻ പറഞ്ഞു. 1 ആരോഗ്യം, 2 ബുദ്ധി. 3ാമത്തെ ഘടകം അതിന് മാത്രമാണ് നമ്മൾ ദാരിദ്ര്യം. അത് കുട്ടികളുടെ കുറ്റമല്ല. അതിന്റെ പേര് മനസ്സ്. ഈ മനസ്സും ബുദ്ധി ഒന്നാണെന്ന് ധരിച്ചു പോയിട്ടുണ്ടോ നിങ്ങൾ? 2ഉം 2ആണ്. പഹൽഗാമില് ഭീകരന്മാര് കുറെ ടൂറിസ്റ്റുകളെ വെടിവെച്ചു കൊണ്ട് ഭയങ്കര സംഭവം ഉണ്ടായി. ആ ഭീകരന്മാര് അതിബുദ്ധിമന്മാര് ഉടനെ ഇത്ര കാലമായിട്ട് പിടിക്കാൻ കിട്ടല്ലേ? അത് മാത്രം ഉണ്ടല്ല, ഡോക്ടറേറ്റ് നേടിയ ആളുണ്ടല്ലേ? കേരളത്തിൽ വന്ന് ഡിഗ്രി പാസ്സായുണ്ട്. അതിൽ എല്ലാം നല്ല വിദ്യാഭ്യാസമുള്ള ടീമാ ഭീകരന്മാര്. ബുദ്ധി അപാരമാ, പക്ഷെ കൊല്ലരുതെന്ന് മനസ്സില്ല. ഭർത്താവ് വെടിയേറ്റ് മരിച്ചു കിടക്കുമ്പോ മുട്ടുകുത്തിയിരുന്ന് കരയുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോ ആയിരുന്നല്ലോ ലോകം മുഴുവൻ അന്ന് ഭയങ്കരമായി വൈറലായി പോയ ഫോട്ടോ. ആ പെണ്ണ് നാട്ടിലെത്തിയിട്ട് പറഞ്ഞു, പത്രക്കാരോട് പറഞ്ഞു, ഓർമ്മയുണ്ടോ? എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾക്ക് ഒരു നട്ടം തിരിക്കുമ്പോഴാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന ആ ചെറുപ്പക്കാരൻ, മുസ്ലിം ചെറുപ്പക്കാരൻ, ആ കുതിരയും കൊണ്ടുവന്ന് അവനാണ് ഞങ്ങളെ നാട്ടിലെത്തിക്കാൻ സഹായിച്ചത്. ഞങ്ങൾ ദൈവദൂതനായി. അവൻ 8ാം ക്ലാസ് പാസ്സായിട്ട് അറിയോ? കാരണം ബുദ്ധി കുറവാണ്. പക്ഷെ അവൻ നല്ല മനുഷ്യത്വമില്ല, മനസ്സില്ല. അപ്പൊ മനസ്സും ബുദ്ധിയും ഒന്നാണോ? ഈ മനസ്സും ബുദ്ധിയും ഒന്നല്ല. നമ്മുടെ കുട്ടികൾ നേരിടുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഇക്കൊല്ലം ചേർത്തിരിക്കുന്ന പുതിയൊരു ഇംഗ്ലീഷ് പദമുണ്ട്. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ പ്രത്യേകത, അവർ അപ്ഡേറ്റ് ആകും. പുതിയ വാക്കുകൾ മറ്റു ഭാഷയിൽ നിന്ന് പോലും സ്വീകരിക്കും. മലയാള ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ഓക്സ്ഫോർഡ് ഡിക്ഷണറി സ്വീകരിച്ചൊരു വാക്കുണ്ട്, അറിയാവോ? നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷ് ഡിക്ഷണറിയിലേക്ക് സ്വീകരിച്ചൊരു വാക്കുണ്ട്, CURRY, കറി. കറിയില്ലേ? അതിപ്പോ ഇംഗ്ലീഷ് ആയിട്ട് നമ്മളെ മലയാളത്തിൽ നിന്ന് അങ്ങോട്ട് സ്വീകരിച്ച പദമാണ്. ഇക്കൊല്ലം ചേർത്ത ഇംഗ്ലീഷ് പദം ബ്രെയിൻ ഡ്രോട്ട് എന്നാണ്. ബ്രെയിൻ ഡ്രോട്ട്, മസ്തിഷ്ക വരൾച്ച. നമ്മുടെ ന്യൂ ജനറേഷൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ബ്രെയിൻ ഡ്രോട്ട്. ഈ വരൾച്ചയ്ക്ക് ഉത്തരവാദിയായ കുട്ടികളാണ്. അതിന് ഉത്തരവാദിയാണ് ഇവിടെ ഇരിക്കുന്ന മുതിർന്ന സമൂഹം. അച്ഛനമ്മമാരും ബ്രഹ്മമാരും മാത്രമല്ല, സമൂഹത്തിലെല്ലാവരും. പുറമെ സെറ്റ് ആക്സിസ്. ഈ സെറ്റ് ആക്സിസ് ഇല്ലെങ്കിൽ നമ്മുടെ അറിവിനെ കൊണ്ട് കഴിയില്ല.
ബ്രെയിൻ റോട്ട്, മസ്തിഷ്ക വരൾച്ച, അതിന് ആർദ്രത കൂട്ടേണ്ടി. അതിന് അത് പഠിപ്പിക്കുന്ന ട്യൂഷൻ സെന്റർ ഉണ്ടോ? മനസ്സ് വളർത്തുന്നില്ല. അതിലൊരു സർവകലാശാലയുണ്ട്. മനസ്സ് വളർത്തുന്ന സർവകലാശാലയുടെ പേരാണ് കുടുംബവും സമൂഹവും. മനസ്സിലായി? സർവകലാശാല. അതിന്റെ കണക്ഷൻ ഇപ്പോൾ അല്പകാലം ഈ ഡിജിറ്റലൈസേഷൻ വന്നതോടുകൂടി ആർദ്രമായ ബന്ധങ്ങൾ മേലെ നിന്ന് പഠിക്കുന്ന പോലെ അമ്മ താഴെ നിന്ന് മെസ്സേജ് ചോറായി, എടാ ചോറായടാ, നീ തിന്നാൻ വരാനായിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ ഉണ്ടാകുന്ന ഒരാൾക്ക് അതില്ല, ചോറായി. അപ്പൊ മോനെ ഇങ്ങോട്ടുള്ള ഇത് ഞാൻ പറയാൻ കാരണം, ശ്രീജിത്ത് കോടേരി എന്ന സർക്കിൾ ഇൻസ്പെക്ടർ ഒരു കുട്ടിയുടെ മൊബൈൽ ഫോണിലെ വാട്സപ്പ് മെസ്സേജ്, തലേ ദിവസത്തെ വാട്സപ്പ് മെസ്സേജ് എനിക്ക് കാണിച്ചു. ആ കുട്ടിയുടെ പ്രത്യേകത, ആ കുട്ടി തൂങ്ങി മരിച്ച കുട്ടിയുടെ മൊബൈൽ ഫോൺ കാണിച്ചു. തലേ ദിവസം അമ്മ ചോറായി, അപ്പൊ മകൻ ഉണ്ടാക്കറി, അപ്പൊ ഉച്ചക്കത്തെ സാമ്പാർ എനിക്ക് വേണ്ട, അപ്പൊ അമ്മ മീന് പിടിച്ചു നിർത്തി പൊരിച്ചു കൊടുക്കാം. അപ്പൊ ഇവരുടെ നമുക്ക് ഡബിളെ എന്താ അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് പൊരിച്ചു വെച്ചിട്ടുണ്ട്, വീണ്ടും ഡബിളെ, ഞാൻ കിടക്കട്ടെ, ഡബിളെ. ഇതാണ് രാത്രിയില് പാസ്വേഡ് മുഴുവൻ കുട്ടിയൊക്കെ അറിയിപ്പോ, എല്ലാ അക്കൗണ്ടിന്റെ പാസ്വേഡ് കുട്ടിയൊക്കെ ഓർമ്മയുണ്ടാവും അല്ലേ? ആ പാസ്വേഡ് വെച്ച് അച്ഛന്റെ പൈസ ഉപയോഗിച്ച് ഗെയിം കളിച്ച് തോറ്റുപോയി. എന്താ പറയുന്നത് അറിയില്ല, ഗെയിം കളിച്ച് തോറ്റുപോയിട്ട് പൈസ മുഴുവൻ തോന്നുന്നു. രാത്രി തന്നെ ആത്മഹത്യ. ആ കുട്ടിയുടെ മൊബൈൽ ഫോണിൽ ഡിജിറ്റലാണ് എല്ലാം. ഡിജിറ്റലിൽ ആത്മതയുണ്ടോ? ഡിജിറ്റൽ മെസ്സേജിൽ താരാട്ടുപാട്ടുണ്ടോ? അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അയാളുടെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്ന ശബ്ദം കേട്ടിട്ട് അയാൾ ഞെട്ടി ഉണർന്നു. ഞാൻ വായിച്ചൊരു കഥയാണ്. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അയാളുടെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്ന ബീപ് ബീപ് ശബ്ദം കേട്ടിട്ട് അയാൾ ഞെട്ടി ഉണർന്നു. സമയം നോക്കിയപ്പോ 1:30 മണിക്ക് ആരാ മെസ്സേജ് അയക്കേണ്ട ഈ പ്രായത്തിൽ? പെട്ടെന്ന് ഓർമ്മ വന്നു, അമ്മാവനുണ്ട് ആശുപത്രിയിൽ. സംഭവം കുറച്ച് സീരിയസ് ആണ്. ആള് പോയാൽ കുടുംബ ഗ്രൂപ്പിലുണ്ടല്ലോ, അമ്മാവൻ കൂടി എന്തോ സംഭവിച്ചോ, അമ്മാവൻ പോയോ, വളരെ ഇഷ്ടമുള്ള ഒരാളാ. പറക്കുന്ന കൈയോടെ മൊബൈൽ എടുത്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വായിച്ചു. അതിലിങ്ങനെയായിരുന്നു മെസ്സേജ്. വല്ലാത്ത ചൂട്, ഉഷ്ണിക്കുന്നു വല്ലാതെ. ഒന്ന് അങ്ങോട്ട് കിടക്ക് ഭാര്യ. വിളിച്ചിട്ട് അറിയുന്നില്ല, മെസ്സേജ് വന്നു. ഒരു തമാശ കഥയാണ്. പക്ഷെ ആ തമാശ കഥയിൽ ഒരു വിഷയമുണ്ട്. തൊട്ടടുത്ത് കിടക്കുന്ന ആള് ഒരു മൊബൈൽ പിടിച്ച് അങ്ങോട്ട്, ഒരു മൊബൈൽ പിടിച്ച് ഇങ്ങോട്ട്. 69 ഇപ്പൊ 96ആയി. ഭാര്യാഭർത്തൃ ബന്ധം 69 96ആയി. തിരിയുണ്ടാക്കി തിരിയുന്നുണ്ട് അല്ലേ? ആ ആർദ്രതയെ തിരിച്ചു പിടിക്കണം നമ്മുടെ കുട്ടികൾ. എത്ര വലിയ ബുദ്ധിയുണ്ടെങ്കിലും നമ്മുടെ വൈലോപ്പള്ളിയുടെ വരിയിലെ ഏത് ധൂസര സങ്കൽപ്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകങ്ങളിൽ പുലർന്നാലും, മനസ്സിനുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. എന്നീ കൊന്നപ്പൂ പറയാൻ കാരണം എത്ര പൂവുണ്ട്? വെല്ലുവിളി എന്തുകൊണ്ട് പനീർ പൂവോ ചെമ്പരത്തി പൂവോ ഒന്നും പറയാതെ കൊന്നപ്പൂ പറഞ്ഞാൽ അറിയാവോ? രക്ഷിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കൊന്നപ്പൂവ് മനസ്സിലുണ്ടാവണം എന്ന് പറയുന്നതിന്റെ പുറകിലെന്താ? വസന്തകാലത്ത് വിരിയുന്ന പൂവൂടി ആർദ്രതയെ അന്വേഷിച്ച് വലിച്ചെടുത്തു കൊണ്ടുവന്ന് സ്വർണ്ണനിറം ചാലിച്ച് വിരിയിക്കുന്ന വേനൽ ചൂടിൽ ഉരുകിയ മണ്ണിൽ പേരിറങ്ങി കണിക്കൊന്ന പൂത്തു എന്ന വൈലോപ്പള്ളിയുടെ പാട്ടുണ്ട്. പ്രതിസന്ധിയിൽ പുഞ്ചിരിക്കാൻ പഠിക്കണം. അതാണ് ഇനിയുള്ള കാലമല്ല, പ്രതിസന്ധിയുടെ കാലഘട്ടം. ഇനി ലോകം മഴയെല്ലാം പഴയ പോലെയാ. ചൂട് കൂടുമ്പോ സ്വാഭാവികമായി നീരാവി കൂടും. ഇത് സ്റ്റോക്ക് ചെയ്യാൻ സംവിധാനം ഇല്ലല്ലോ ആകാശത്ത്. ആ പോയല്ലേ ഇങ്ങോട്ട് തന്നെ വരുമല്ലോ. പിന്നെ എവിടെ കൂടും? മഴ കൂടും, ഉരുൾപൊട്ടൽ കൂടും, കൊടുങ്കാറ്റ് കൂടും, മേഘസ്ഫോടനം കൂടും.
അതിന്റെ പേരിൽ ആളുകൾക്ക് തമ്മിൽ ഭയങ്കര അസ്വസ്ഥതയുണ്ടാവും, യുദ്ധം ഉണ്ടാവും. ഐക്യരാഷ്ട്രസഭയോ ഒന്നും കൊണ്ടൊന്നും ഒരു കാര്യമില്ല. കഴിഞ്ഞ ഒരു കൊല്ലം ഈ ഭൂമണ്ഡലത്തിൽ 1,29,000 ആളുകളെ കൊന്നിട്ടുണ്ട് മനുഷ്യർ. ഒറ്റ കൊല്ലം 2024 മനുഷ്യരെ കൊന്നതിന്റെ കണക്ക് 1,29,000 കൊലപാതകങ്ങൾ മണിപ്പൂരിൽ കൊന്നിട്ടുണ്ട്, ഉക്രൈനിൽ കൊന്നിട്ടുണ്ട്, ഗാസയിൽ കൊന്നിട്ടുണ്ട്. അതിനല്ലാണ്ട് പിന്നെ കേരളത്തിൽ മാത്രം യുദ്ധമൊന്നുമില്ലല്ലോ. 314 ഈ കഴിഞ്ഞ കൊല്ലം മനുഷ്യർ ഈ കേരളത്തിൽ കൊന്നിട്ടുണ്ട്. 314 മനുഷ്യർ കൊന്നിട്ടുണ്ട്. കടുവ ഒരാളെ കൊന്നതുമ്പോഴേക്ക് എന്താ അപകടം? കടുവ അതിന് പച്ചക്കറിയും കരിപ്പക്കയും പട്ടക്കി തിന്നാൻ പറ്റില്ല, അതിന് ഇറച്ചിയെ തിന്നാൻ പറ്റൂ. കാട്ടിലെ മൈനിയെ തിന്നാൻ പാടുള്ളൂ. നാട്ടിലെ പശുവിനെയും നാട്ടിലെ ആടിനെയും പിടിക്കരുത് എന്ന വിവരമുണ്ടോ കടുവക്ക്? കാടേതാ നാടേതാന്നറിയില്ല, ഇറച്ചി കാണുന്നതിനെ തിന്നു. അങ്ങനെ നോക്കുമ്പോ രാധ എന്ന് പറഞ്ഞൊരു സ്ത്രീ കാപ്പിക്കുരു പറിക്കാൻ പോകുന്നു. ഇവര് റേഷൻ കാർഡ് പേരുള്ള സ്ത്രീയാണ്, അമ്പലത്തിൽ പോയി തൊഴുന്നവരാണ്, അതുകൊണ്ട് ഇവരെ പിടിക്കണ്ടെന്നുള്ള ചിന്ത കടുവത്തില്ല. കടുവ ഇറച്ചി കണ്ടു തിന്നു. ഭയങ്കര ഹർത്താല് കുഴപ്പം. കേരളത്തിൽ 68 ആളുകളെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക് ഞാൻ നോക്കി കഴിഞ്ഞ വെബ്സൈറ്റിൽ 68 ആളുകളാണ് വന്യമൃഗങ്ങളാൽ കൊല ചെയ്യപ്പെട്ടത്. ഒറ്റ കൊല്ലം ഞാൻ ഞെട്ടിപ്പോയി. 68 ആളെ കൊന്നോ? നോക്കുമ്പോ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലായത് അതിൽ 48 ആൾ മരിച്ചത് പാമ്പ് കടിച്ചിട്ടും കടന്നലിച്ച് കുത്തിയിട്ടു. അതൊക്കെ നഷ്ടപരിഹാരം ഫോറസ്റ്റ് ഒന്ന് വാങ്ങുന്നതുകൊണ്ട് അതിന്റെ ലിസ്റ്റിൽ പെട്ടു. 20 ആനയും കടുവയും പുലിയും കാട്ടുപോത്തും ഒക്കെ കൂടി കൊന്നത് 20 ആളെ മാത്രം. എന്നാൽ മനുഷ്യരെ കൊന്നത് 314 കേരളത്തിൽ ഒരു കൊല്ലം. തിന്നാനാണോ? നിങ്ങൾ ആലോചിച്ചോക്കൂ. എന്തേ? അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ കൊല്ലുന്നു. ഭയങ്കര കലാപങ്ങളായി വരാൻ പോകുന്ന, പ്രകൃതിക്ഷോഭം വരാൻ പോകുന്ന, ഭൂകമ്പങ്ങളാ വരാൻ പോകുന്ന, സുനാമികളാ വരാൻ പോകുന്ന. അവിടെയൊക്കെ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടാകുമ്പോ അമ്മയെ അച്ഛാന്ന് പറഞ്ഞ് നിലവിളിക്കലല്ല, അതിജീവിക്കുവാനുള്ള കരുത്ത് വേണ്ടേ? അതിജീവിക്കുവാനുള്ള കരുത്ത് വേണം. വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കാനല്ല. എന്റെ നാട്ടിൽ നിന്ന് ബസ്സല്ല, ബസ് ഒരു പാസ് എടുക്കാത്തതിന്റെ പേരിൽ ഒരു പെണ്ണിനെ ഭർത്താവും ഗുണ്ടകളും വന്നിട്ട് ഒരു കണ്ടക്ടറെ അയക്കുന്ന വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയ നോക്കുക. ഇങ്ങനെ ക്രൂരമായി അടിക്കുമ്പോൾ ആ കണ്ടക്ടർ ഒന്നും അങ്ങോട്ട് പറയാതെ നിലവിളിക്കുക. ആ നിലവിളിക്കുമ്പോൾ ഒരു പ്രായമായ സ്ത്രീ അടിക്കല മോനെ പറഞ്ഞ് തള്ളി മാറ്റുന്നത്. ബാക്കി കുറെ മീശക്ക് മൂക്കിന് താഴെ മീശയും വെച്ചിട്ട് കുറെ എണ്ണം ഇരിക്കുന്നുണ്ട്. ഒരക്ഷരം മുന്നിട്ടില്ല. അങ്ങനത്തെ മനുഷ്യന്മാർ എന്തിനാ ഈ ലോകത്ത്? ഒരക്ഷരം ഉണ്ടട്ടെ, ഒന്ന് ഇടപെടട്ടെ. അതുകൊണ്ട് നമുക്കിങ്ങനെ ഈ മുട്ടിയിട്ട തേങ്ങ പോലത്തെ എല്ലാം പ്രതികരിക്കുന്ന, പ്രതിസന്ധിയിൽ അതിജീവിക്കുന്ന കൊന്നപ്പൂവ് പുഞ്ചിരിക്കാൻ വേണ്ടി. അതാണ് ഈ ആർദ്രത ഉണ്ടാക്കാൻ ഒരു കഷായം പറഞ്ഞിട്ട് എന്റെ ക്ലാസ്സിൽ അപ്പോഴേക്കും മന്ത്രി ഈ കഷായം ഉണ്ടാക്കാൻ, ഈ ആർദ്രത ഉണ്ടാക്കാൻ ഒരു കഷായം. നമ്മുടെ കുട്ടികൾക്ക് മനസ്സ് വേണം. ആ മനസ്സ് അച്ഛനമ്മമാരുടെ മനസ്സിലാ കുട്ടി വളരുന്നത്. വീട്ടുമുറ്റത്തും കിടക്കയിലല്ല, അച്ഛനമ്മമാരുടെ മനസ്സിൽ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങോ മണിക്കുരുന്നേ. ഒരു പാട്ട് കേട്ടില്ലേ? അത്ര അർത്ഥവത്താണെന്ന് അറിയാം. എന്റെ മനസ്സിലെ സോഫ്റ്റ് ആണ്. ആ സോഫ്റ്റ്നെസ് വേണം നമ്മുടെ കുട്ടി. മൃദുല കഷായം എന്ന പേര്. മൃദുല കഷായം ഇംഗ്ലീഷിൽ സോഫ്റ്റ് ആൻഡ് യുവർ കമ്മ്യൂണിക്കേഷൻ. ആ കഷായം ഇടുന്ന കോട്ടയ്ക്ക് കിട്ടും, കോയമ്പത്തൂർ വൈദ്യമഠത്തിൽ കിട്ടും. ആ കഷായം നമ്മൾ വീട്ടിലും നാട്ടിലും ഉണ്ടാക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാ മുതിർന്നവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആ കഷായം ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കാം? സോഫ്റ്റ് ആൻഡ് കഷായം ഉണ്ടാക്കാൻ അതിന്റെ സ്പെല്ലിംഗ് പഠിച്ചാൽ മതി. SOFTEN. ഈ 6 അക്ഷരത്തിന് ഒരു വാക്കിനെ പറയും. S for smile. പുഞ്ചിരിക്കാൻ പഠിക്കുക. പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ. ചിരിച്ചൂടെ? ചിരിയെ പറ്റിയിട്ട് ഒരു നെഗറ്റീവായിരിക്കുന്ന ഒരു കഥയുണ്ട്. ആ കഥ എന്റെ നാട്ടിലെ നവോദയ വിദ്യാലയത്തിൽ കഴിഞ്ഞ ഒരു പരിപാടി വെച്ചു. ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഗമം, അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരുടെയും സംഗമം വെച്ചു. അതിന് പ്രസംഗിക്കാൻ അവിടുത്തെ ഹെഡ് മാസ്റ്റർ അധ്യക്ഷ പ്രസംഗം നടന്നു തുടങ്ങി. ഈ വയോജനങ്ങളെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം. 1 ഒരുപാട് ആൾ വന്നിട്ടുണ്ട്. കാരണം ഒരു കുട്ടിക്ക് 4 ആളുണ്ട് മതി. അച്ഛനും അമ്മയും 2 അല്ലേ ഉള്ളൂ. 4 ആൾ വന്നിട്ടുണ്ട്. 4 ആൾ വന്നിട്ട്
ഇത് നാലാളോ? മാഷ് പറഞ്ഞു, സ്ഥിരം കേട്ട ക്ലീശ ഒരു പഴഞ്ചൊല്ലില്ലേ, പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കും. പക്ഷെ പച്ചപ്ലാവില് ഇതുപോലൊരു കാലം പഴുത്ത് വീഴും, അതുകൊണ്ട് ചിരിക്കല്ല. അപ്പൊ ഒരു കുട്ടിയൊരു സംശയം, മാഷൊരു സംശയം എന്താ, പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കാതിരുന്ന പഴുക്കാണ്ട് പോവാ. എന്തായാലും പഴുക്കല്ലോ, പിന്നെ ചിരിക്കുന്നില്ല. നല്ലത് കുട്ടികൾ ഒന്ന് ചിരിച്ചൂടെ? അത് ഞാൻ പറഞ്ഞപ്പോ ഇടിയിരിക്കുന്ന ഭൂരിപക്ഷം ആൾ ചിരിച്ചു, 5-6 ആൾ ചിരിച്ചു. അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാറുണ്ട്, ഒന്ന് ഇന്നെ പോയി ECG ചിരിക്കാതില്ല, പിന്നെ മനുഷ്യനുണ്ട്. ഒന്ന് ചിരിച്ചൂടെ? സ്മൈൽ. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ മുഖം, നാളെ നിങ്ങൾ നോക്കിയാലും നിങ്ങൾ നോക്കി ചെയ്യും. പക്ഷേ CCTV ഉണ്ടെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച എങ്ങനെയായിരുന്നു മുഖം മനസ്സിലാവും. ഈ പ്ലാവെന്ന് വീണ പഴഞ്ചക്ക പോലെയായിട്ടാണ്. നമുക്കൊരു മനുഷ്യ ജന്മമായി കിട്ടിയില്ലേ? നമുക്കല്ലാതെ സ്നേഹഗായികേ നിൻ സ്വപ്നവേദിയിൽ ഗാനോത്സവമെന്നു തുടങ്ങും, ആനന്ദഗാനോത്സവമെന്നു തുടങ്ങും എന്ന പാട്ട് കേൾക്കാൻ നമുക്കെല്ലാവരും. 300 received on phone pay. അവനില്ലാതെ ഞാനില്ല എന്നെന്റെ കണ്ണന്റെ കാതിൽ നീ ചൊല്ലുമോ, പരിഭവം പറയുമോ എന്ന് പാട്ട് കേൾക്കാൻ നമുക്കല്ലാതെ പറ്റുമോ? എന്നിട്ടും നമ്മൾ എത്ര മനോഹരമായ ഒരു ശരീരമാണ്. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകമായ രീതി നടുവിൽ ഞാൻ ആ പ്രാർത്ഥന കേൾക്കുമെന്ന് നരകമാണ് പോയി. നരകത്ത് നമ്മൾ വെട്ടിയെടുക്കണം. ഈ നിത്യഹരിതയം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ, ചന്ദ്രികയുണ്ടോ, സ്വപ്നങ്ങളുണ്ടോ, സ്വർണ്ണമരാളങ്ങളുണ്ടോ? അതുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, ഇത് പ്രാർത്ഥിക്കും. അല്ലാതെ അങ്ങോട്ട് ഞാൻ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവേദ എന്ന് നമ്മൾ ആരോടും ചോദിക്കണ്ട, ഡിക്ഷണറിയിൽ നോക്കണ്ട, പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട്. നല്ല ഉറപ്പുള്ള എല്ല് കൊണ്ട് തോന്നി വെച്ചിട്ടുണ്ട്. ഏറ്റവും ഉറപ്പുള്ള എല്ലേതാ? തലയുണ്ട്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട അവയവേദ ഏറ്റവും അപ്രധാനമായ അവയവേദ എല്ലേ ഇല്ലാതെ വെച്ചിരിക്കുന്നത് വയറും. ഇതാണ് എല്ലില്ലല്ലോ. അപ്പൊ ഈ ചോറാണോ പ്രധാനം മനുഷ്യന്? മനസ്സിലായില്ലേ? പിന്നെ കണ്ണ്. ഈ കണ്ണിന്റെ ഘടന എല്ലോണ്ട കണ്ണുണ്ടാക്കിയ പ്രകാശം ഉള്ളിലേക്ക് കയറില്ലല്ലോ. വളരെ നേർത്ത സുതാര്യമായ കോശങ്ങൾ കൊണ്ടാണ് കണ്ണുണ്ടാക്കിയത്. അതുകൊണ്ടാണ് കണ്ണിന് എന്തോ മുറിപറ്റാതിരിക്കാൻ നെറ്റിയും എല്ലും കവിളെല്ലാം ഉയർത്തിയിട്ട് നടുക്ക് 2 കുഴിയുടെ അകത്ത് കൊണ്ടുപോയി വെച്ച് എന്തുമ്പോൾ കഴിച്ചാൽ മുറി പറ്റും. ആ കണ്ണിൽ പൊടി വീണാൽ പോലും മുറി പറ്റും. അതുകൊണ്ട് പൊടി താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് 2 കണ്ണിന്റെ മേലെ സൺഷെയ്ഡ് പുല്ല് വെച്ച് പിടിപ്പിച്ചാൽ പിടിയോ. അത് പൊരിച്ചു മാറ്റിയിട്ട് വരച്ചുണ്ടാക്കാനുണ്ടല്ല. അപ്പൊ കുട്ടികൾ മനസ്സിലാക്കും, പൊടി താഴോട്ട് വീഴാതിരിക്കും. ആ കണ്ണിൽ എന്തെങ്കിലും പൊടി വന്ന് തടയുമ്പോൾ കൈയോട്ട് തടയാൻ സമയമില്ലാത്തതുകൊണ്ട് ലോകത്ത് ആദ്യത്തെ ഓട്ടോമാറ്റിക് ഷട്ടറാ കൺപോളാ. അഥവാ പൊടി വീണിട്ടുണ്ടെങ്കിൽ വാഷ് ബേസിൽ കൊണ്ടുപോയിട്ട് കഴുകാൻ നേരമില്ല. അപ്പൊ തന്നെ ഉള്ളുന്ന് വെള്ളം സെൽഫായിട്ട് ചീറ്റിയിട്ട് വെള്ളം കണ്ണീര് ഒഴുകി കഴുകി തരുന്നില്ലേ. ആ കണ്ണിന്റെ ഇടത്തോട്ടും വലത്തോട്ടും കൃഷ്ണമണി ചലിപ്പിക്കുന്നോണ്ടേ നമുക്ക് ഇപ്പുറവും കാണാനും ഇല്ല. നമ്മൾ ആലോചിച്ചിട്ട് ടേബിൾ ഫാൻ തിരി പോലെ എന്തൊരു ഔചിത്യമാണ്. വായ്ക്ക് തൊട്ട് മേലെ മൂക്ക് പിടിപ്പിച്ചത്. മൂക്ക് വേറിയടിക്കാൻ തിന്നുന്ന സാധനം കെട്ടതാണെന്ന് ഇവിടെ എത്തുമ്പോ മനസ്സിലാവില്ലേ? അതിനാ മൂക്ക് പിടിപ്പിച്ചേ. പിന്നിലായിരുന്നു മൂക്കെങ്കിൽ ആലോചിച്ചു നമുക്ക് ഇപ്പൊ പരാതി കൊടുക്കാം. പിന്നിൽ മൂക്ക് വേണ്ടായിരുന്നു, ഇവിടെയായിരുന്നു മൂക്ക് വേണ്ടെന്ന് പരാതി കൊടുക്കാറില്ലല്ലോ. ചോറ് വാരിയിട്ട് ഇവിടെ കൊണ്ടേ മണപ്പിച്ചിട്ടാണ്. ഞാൻ പറയുന്നത് ഇതൊരു ഭാഗ്യമാണ് മനുഷ്യരായത്. ഒന്ന് പുഞ്ചിരിക്കൂ.
പോസിറ്റീവായി കാണും, എല്ലാം നെഗറ്റീവാണ്, പോസിറ്റീവാണ്. അതുകൊണ്ട് പുഞ്ചിരിക്കുക. നിങ്ങൾ പുഞ്ചിരിച്ചാൽ പോരാ, നിങ്ങളുടെ വീട് പുഞ്ചിരിക്കുക. വീടിന്റെ ചുണ്ടാണല്ലോ മുന്നിലത്തെ വാതിൽ. പുഞ്ചിരിക്കാത്ത വീടല്ലേ ഭൂരിപക്ഷം ആ തന്നെ. അകത്താണ് സകല പരിപാടിയും. പോവാൻ നോക്കുമ്പോൾ വാതിൽ തുറക്കും, ടപ്പേ അടക്കുക. പണ്ട് വാതിൽ എന്ന് പറഞ്ഞാൽ തുറക്കാനുള്ളതായിരുന്നു, ഇപ്പൊ വാതിൽ എന്ന് പറഞ്ഞാൽ അടച്ചിടാനാണ്. അടച്ചിടാനാണ് പിന്നെ വാതിൽ പോകണം, ചുമൽ വെച്ച് കുത്തിച്ചോറി പൈസയെ മാറ്റി വാതിൽ പിടിക്കുക. വാതിൽ തുറക്കാനുള്ളതാ, അടക്കാനുള്ളതല്ല എന്ന തിരിച്ചറിവ് പോലും നമ്മൾ നഷ്ടപ്പെടുന്നു. അവിടെ രാവിലെ എഴുന്നേറ്റാൽ മുന്നിലത്തെ വാതിൽ ഒന്ന് തുറക്കുക, അവിടെ ഒരു അത്ഭുത പ്രതിഭാസവും. കൊച്ചിൻ മിനാരേക്ക് 300 കോടി ചെലവഴിച്ചിട്ട് ആണ് ഇൻസ്റ്റലേഷൻ നടത്തിയത്. 3000 കോടി ചെലവഴിച്ചാൽ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു ഇൻസ്റ്റലേഷൻ നമ്മുടെ വീടിന്റെ മുന്നിൽ പ്രകൃതി ഒരുക്കി തരുന്നില്ലേ? അതിന്റെ പേര് പ്രഭാതം എന്നാണ്. എന്തൊരു അത്ഭുതമാണ് ഓരോ പ്രഭാതം. മഴയായാലും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ പ്രഭാതം കാണിക്കാറ്. വാതിൽ തുറന്ന് അവിടെ പോയിട്ട് ജയചന്ദ്രൻ കഴിഞ്ഞ വർഷം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ അനുസ്മരിക്കുന്ന ലേഖനങ്ങളിൽ എനിക്ക് വല്ലാതെ ആകർഷിച്ച ഒരു ലേഖനം, ഒരു മനഃശാസ്ത്രജ്ഞൻ എഴുതിയ ലേഖനമാണ്. ജയചന്ദ്രൻ ചെയ്ത ഒരു ഏറ്റവും വലിയ സേവനം കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകളുടെ ആത്മഹത്യകൾ ഇല്ലാതാക്കി. അപ്പൊ ഇയാൾ കൗൺസിലിംഗ് വഴി ഉണ്ടായിരുന്നോ? ഞാൻ ആശിച്ചു. അതിന്റെ അടിയിൽ എഴുതുക, അദ്ദേഹം പാടിയ പണിതീരാത്ത വീട് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാട്ട് കേട്ട ആളാണെന്ന് ആത്മഹത്യയില്ലെന്ന് ഉറപ്പാണ്. സുപ്രഭാതം 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 നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ എന്ന പാട്ട് കേട്ടവരെന്ന് ആത്മഹത്യ. ആ മനഃശാസ്ത്രജ്ഞൻ പറയുന്നു, വിടരും പ്രതീചിരണ്ടും കണ്ടു നിൽക്കും, ഉദയമില്ലാതില്ല അസ്തമനം, ഉണരൂ മനസ്സേ ഉണരൂ. ഞാനൊരു വലിയ സമ്മേളനത്തില് ഒരു കവിക്ക് അവാർഡ് കൊടുക്കുന്ന സമ്മേളനം, 1,00,000 രൂപയുടെ അവാർഡ് കൊടുക്കുന്ന രമേശ് ചെന്നിത്തലയായിരുന്നു. അദ്ദേഹം 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ട് വരുന്നു, ചേർത്തലയിലെ പരിപാടി. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം തന്നെ സംസാരിച്ചു. ഞാൻ ഈ പാട്ടിനെ പറ്റി വിശദീകരിച്ച് പ്രസംഗിച്ച കണ്ടിട്ട് ആ കവിക്കാണ് അവാർഡ്. അയാൾ എഴുതിയ പാട്ടായിരുന്നു. അയാൾ സ്റ്റേജിൽ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. കവിയാരെന്ന് മനസ്സിലായി? ശ്രീകുമാരൻ തമ്പി. ഞാൻ പറഞ്ഞു വന്നത് പ്രഭാതത്തെ കാട്ടു. നേരെ ഈ ഇസ്രായേലിലെ പട്ടാളക്കാരെ പണിയിലേക്ക് എടുക്കുക. ഇസ്രായേലിലെ പട്ടാളക്കാർ ഇപ്പൊ 3 മാസമായിട്ട് നോക്കിയിട്ട് 4 കൊല്ലമായിട്ട് രാവിലെ എഴുന്നേറ്റ പല്ല് വരെ തേക്കാൻ നേരുണ്ടാവില്ല. 3 മിസൈൽ നീക്കും. എന്നിട്ട് അത് അയച്ചിട്ടേ അവർ പല്ല് വരെ തേക്കും. അതൊരു ശീലമായി പോയി. നമ്മളെന്താ നേരെ പോയിട്ട് തീ കൊടുക്കല, ടിക്ക് 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 3 അടുപ്പും കത്തിക്കല. ഇതൊന്നും ഒഴിവാക്കി വാതിൽ തുറന്ന് കുട്ടികളോടൊത്ത്, മക്കൾ എത്ര വലുതായാലും ചെറുതായാലും കുട്ടികളോടൊത്ത് വരാന്തയിലേക്ക് മുറ്റത്തേക്ക് തുടങ്ങി ഈ പ്രകൃതിയുടെ അത്ഭുതത്തെ ഏറ്റുകൊണ്ട് സ്മൈൽ. വീട് പുഞ്ചിരിക്കുക, നിങ്ങളും പുഞ്ചിരിക്കുക. അവിടെ മുറ്റത്ത് വിരിഞ്ഞ പൂക്കളെ ആര് കാണാനാ? നിങ്ങൾ പൂ വാങ്ങിക്കൊണ്ട് വെച്ചത് നിങ്ങൾ കാണുന്നില്ല, അയൽവാസികൾ കാണാൻ. ആ പൂക്കളോടൊത്ത്, അവിടെ പറക്കുന്ന പൂമ്പാറ്റകളോടൊത്ത്, തുമ്പികളോടൊത്ത്, പ്രകൃതിയോടൊത്ത്, അതിന്റെ വിലോല ഭാവങ്ങളോടൊത്ത് അല്പനേരം ചെലവഴിക്കാൻ എല്ലാ കുടുംബവും തയ്യാറാവും. നമ്മുടെ കുട്ടികളുടെ വരൾച്ച നനവിലേക്ക് മാറും. ബ്രെയിൻ റോട്ട്, മസ്തിഷ്ക വരൾച്ചയിൽ നനവുണ്ടാകും. ഉൾക്കൊടുത്തുമ്പിന്റെ മൂതാവിലെ മഞ്ഞുതുള്ളിയിൽ സൂര്യകിരണങ്ങൾ തട്ടുന്നത് കണ്ടിട്ട്, അത് ചുവന്നു വരുന്നത് കണ്ടിട്ട് ഉഷാകിരണങ്ങൾ പുൽകി പുൽകി ഉഷാരബിന്ദുവിൻ വദനം ചുവന്നു പകലിൻ മാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു. എന്നൊരു പാട്ടെല്ലാം വെറുതെ രാവിലെ. ഞാൻ ചില വീട്ടിൽ ചെയ്യുമ്പോൾ കുട്ടികൾ രാവിലെ കട്ടച്ചോന കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ഇല്ലുമിനാറ്റി പാട്ട് രാവിലെ. പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവനെ നിന്നെ പഠിച്ചവന് 10ൽ 10 മാർക്ക്. ഇത് കുട്ടികൾ എവിടെയാ നാം കത്തിക്കുത്ത് കണക്കാണ്ട് പോകുന്നു. അതുകൊണ്ട് ഓ സ്മൈൽ. അടുത്തത് ഓ ഓപ്പൺ ദി വേൾഡ്. ഹൃദയം തുറക്കും. ഹൃദയം തുറന്ന് വർത്തമാനം പോയില്ല.
ഹൃദയം തുറന്ന് വർത്തമാനങ്ങൾ പറയുന്ന സുഹൃത്തുക്കളോട് പോലും ഹലോ ഹലോ ഒന്ന് പരിഹസിച്ചും തമാശ പറഞ്ഞും പണ്ടെല്ലാം തെരുവുകളിൽ ആളുകൾക്ക് ഇരിക്കാൻ ഒരു ഇരിപ്പിടമുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഈ ഷട്ടർ വരുന്നതിന് മുമ്പ്, ഈ ഷട്ടർ ഉയർത്തി താഴ്ത്തുന്ന പരിപാടിക്ക് മുമ്പ് ഈ നിരപ്പല എന്ന് പറഞ്ഞ സാധനം, നിരപ്പല ഇങ്ങനെ താഴോട്ടാക്കി വലിച്ചെടുക്കുന്ന അത് രണ്ടട്ടി ഉണ്ടാവും. അപ്പുറം ഇപ്പുറം കടയിൽ വരാതെ അവിടെ കുറച്ച് പത്രം ഉണ്ടാവും. അവിടെ ഇരുന്നിട്ട് അങ്ങനെ ചർച്ച. ആ ചർച്ചകളിൽ നിരപ്പല സാഹിത്യം എന്ന് പറഞ്ഞിട്ട് എത്ര വാക്കുണ്ടായി പറയോ. ഒരു യമണ്ടൻ തമാശ എന്ന് പറഞ്ഞൊരു ഒരു സിനിമയില്ലേ, യമണ്ടൻ എന്ന വാക്ക് നിരപ്പല സാഹിത്യത്തിൽ ഉണ്ടായ വാക്കാ. യമണ്ടൻ എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയിൽ ഒരു വാക്കില്ല. ഇതെടുന്ന് ഉണ്ടാക്കിയത് ഞാൻ പഠിച്ചപ്പോൾ രസകരമായിട്ടാണ് മറുപടി ഇത് കിട്ടിയത്. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഉണ്ടായ വാക്കാണ് യമണ്ടൻ. യമണ്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ പാമ്പിനെ യമണ്ടൻ പാമ്പ് എന്ന് പറയും. നല്ല സ്ട്രോങ് മദ്യത്തെ യമണ്ടൻ സാധനം എന്ന് പറയും. ഇതെടുന്ന് വന്നു. ജപ്പാന്റെ കപ്പലിന്റെ പേരാ യമണ്ടൻ കപ്പല്, മുങ്ങിക്കപ്പല്. നേരെ ഒരു ശൂലം. ബ്രിട്ടീഷുകാരുടെ കപ്പലിന്റെ അടിയിൽ പോയിട്ട് ഒരൊറ്റ ഉയരം വരും. എന്നിട്ട് കുത്തി ഓട്ടയാക്കി യമണ്ടൻ കപ്പൽ വന്നെന്ന് പറഞ്ഞാൽ പിന്നെ ഇവരെ ജീവൻ പോയി. അപ്പൊ യമണ്ടൻ എന്ന ഭാഷ ഏതാ? ജപ്പാനീസ് ഭാഷയല്ല. ആ കപ്പലിന്റെ പേര് M10 ആണ്. M10 അതാണ് നമ്മൾ യമണ്ടനാക്കിയത്. മനസ്സിലായി? M10 കപ്പലാണ് മലയാള ഭാഷയിൽ യമണ്ടൻ കപ്പലാക്കിയത്. അപ്പൊ യമണ്ടൻ എന്നുള്ള വാക്ക് വന്ന് മനസ്സിലായോ? ഒന്ന് ഹൃദയം തുറന്ന് വർത്തമാനം പറയണ്ടേ? മക്കളും കുടുംബവും അപ്പൂപ്പനും ഉപ്പാവയും ഉമ്മാവയും എല്ലാം ഒത്തുചേരുന്ന സമയത്ത് മൊബൈൽ ഫോൺ കയ്യിൽ വെക്കാതെ ടിവിയും മുട്ടിക്കൊണ്ട് ഒന്ന് വട്ടത്തിൽ നിന്ന് വർത്തമാനം പറയാം. ആ വർത്തമാനം എന്താണ്? നെഗറ്റീവ് അല്ല. അതാരാ റോഡിലൂടെ പോകുന്നത്? അത് സലാമാ, മഹാവൃത്തിയോനാ. അതാരാ മുനിസിപ്പൽ കൗൺസിൽ ഒന്നിനും കൊള്ളില്ല, ചെയർമാൻ MLA പോക്ക, മന്ത്രിമാരെല്ലാം ഭക്ഷണന്മാരാ, മുഖ്യമന്ത്രി ഭീകരൻ, പ്രധാനമന്ത്രി അതിലും ഭീകരൻ, എല്ലാരും മോശ. ഒരാളെ ഒന്ന് ലോകത്ത് നല്ലേ. അതാരാ? ഈ ചർച്ച കേട്ട് 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 കുട്ടികളുടെ മനോഭാവം അവരറിയാതെ ഒരു മനോഭാവം രൂപപ്പെട്ടു. അതിന്റെ പേരാണ് I am okay, you are not okay. ഞാൻ മാത്രം ശരി, നീ ഒന്നും ശരിയല്ല. ഇത് പൊതു മനോഭാവമായി വരികയാണ് നാട്ടിൽ. വലിയ ആപത്താണത്. ഈ ശരിയോടെ 5 ശരി കൂടി ചേരും. ഈ 5 ശരിയും മൊത്തം 6 ശരി. ഈ 6 ശരി കൊണ്ടാണ് ലോകത്തെ സകല തെറ്റും ഉണ്ടാകുന്നത്. 1,29,000 ആളും കൊല്ലപ്പെട്ടത് ഈ 6 ശരി കൊണ്ട്. അറിയാമോ എന്താ 6 ശരി? 1, ഞാൻ മാത്രം ശരി. 2, എന്റെ ജാതി മാത്രം ശരി. ഊക്കി പറയുന്നു, ഞാൻ മാത്രം ശരി. മെയ്തി പറയുന്നു, ഞാൻ മാത്രം ശരി. അതല്ലേ മണിപ്പൂർ കലാപം. 3, എന്റെ മതം മാത്രം ശരി. 4, എന്റെ ദൈവം മാത്രം ശരി. 5, എന്റെ പാർട്ടി മാത്രം ശരി. 6, എന്റെ രാജ്യം മാത്രം ശരി. ഈ 6 ശരി കൊണ്ടാണ് ഈ ഭൂമിയിലുള്ള സകല കലാപം ഉണ്ടായത്. മനസ്സിലായോ? പരുക്കനാണ് ഈ യോഗം, പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ. സുഗതകുമാരി ടീച്ചറിന്റെ വരിക. നല്ലതുണ്ട് ഇഷ്ടം പോലെ, നല്ലതുണ്ട് ഇഷ്ടം പോലെ. ആ കണ്ടക്ടറെ അടിച്ചതിന്റെ പേരിൽ കണ്ണൂർ ജില്ലയിലെ വാട്സാപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും മുഴുവൻ ബസ് ജീവനക്കാരെ പറ്റിയിട്ട് കുറ്റപ്പെടുത്തിയിട്ടുള്ള ചർച്ചകളും മറ്റൊക്കെ നടക്കുക. ഞാൻ ഇന്നലെ ബസ് ജീവനക്കാരുടെ മാനസിക സമ്മർദ്ദത്തിനെ പറ്റിയിട്ട് ഒരു ലേഖനം എഴുതിയിട്ട് ഫേസ്ബുക്കിൽ കുറിച്ചു. ഇന്ന് ബസ്സുകാരെടുത്ത് ആഘോഷിക്കുകയാണ്. ഇവരെ മുഴുവൻ മോശക്കാരൊന്നും അല്ല. അതിനെങ്ങനെയാവുന്നത്? നിങ്ങൾ ബാങ്ക് ജീവനക്കാർ ഒരു ദിവസം 100 ആൾ ഒരു കൗണ്ടറിൽ വന്നു പോയി. 100 ആൾ പൈസ വാങ്ങുന്നു, കൊടുക്കുന്നു, ബാക്കി കൊടുക്കുന്നു, കണക്ക് തന്നു. വൈകുന്നേരം നമുക്ക് തളർന്നു പോയില്ലേ? 100 ആളെല്ലാം വന്ന് 100 ആൾ 56 ട്രാൻസാക്ഷനാണ് നടന്നാനിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്റെ ഭാര്യ വീട്ടിൽ വരുന്നുണ്ട്. എന്റെ ഭാര്യ ബാങ്കിലാണ് 56 ട്രാൻസാക്ഷൻ. ഇത് അവർക്ക് ഇരിക്കാൻ മേശയുണ്ട്, കസേരയുണ്ട്, മുമ്പിൽ മേശയുണ്ട്, പൈസ ഇടാൻ പോലും മേശ വെപ്പുണ്ട്. ഇതൊന്നുമില്ലാണ്ട് ഈ പെട്ടിയിൽ പൈസ ഇട്ടിട്ട് 1000 ടിക്കറ്റാ ഒരു കണ്ടക്ടർ ദിവസം കുറിക്കുന്നേ ഇല്ലേ? നിൽക്കാൻ ഇരിക്കാൻ സ്ഥലമുണ്ടോ? ചാരി നിന്നിട്ടല്ലേ കുറിക്കുന്നേ? പിടിക്ക ബസ് ചെരിയുമ്പം ചെരിയൂലേ? 1000 ടിക്കറ്റ് കുറിക്കുക. നേരെ കൊല്ലും 5:30 പുറപ്പെട്ട് രാത്രി 10 മണിക്കാ വീട്ടിലെത്തുക. ഒന്ന് ഭാര്യയോട് വർത്താനം പറയാൻ വിചാരിച്ചുണ്ടോ? പിന്നെ ഇവന് പിരിവുണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ലേഖനം എഴുതി. ഇന്നലക്ക് മെസ്സേജോട് മെസ്സേജാണ് നിങ്ങൾ കൊള്ളുന്നൊന്നും പറഞ്ഞിട്ട്. കാരണം എല്ലാ ഡ്രൈവർമാരും കണ്ടക്ടർമാരും മോശമെന്ന് പറയുമ്പോൾ അവരുടെ കഷ്ടങ്ങൾ മനസ്സിലാക്കണ്ടേ? നമ്മൾ നല്ലത് കാണും. അതുകൊണ്ട് ഓപ്പൺ ഹൃദയം തുറക്കും. മൂന്നാമത്തത് FA സോഫ്റ്റനിൽ ഇപ്പൊ വന്നാൽ എന്തിനാ പറയുന്നത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞേ സോഫ്റ്റനാ പറയാൻ പോകുന്നത്.
മൂന്നാമത്തത് എഫ്, ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയൂ. മുന്നോട്ട് കുനിയൂ. ബാങ്ക് ജീവനക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു കസ്റ്റമർ വന്നാൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആണ് അവരെ നിങ്ങളെ പ്ലീസ് ചെയ്യും. നിങ്ങൾ ഈ മുമ്പിൽ വെച്ചിരുന്ന ഈ പല ടാഗ് ഇതന്നെയല്ല, പക്ഷെ ഈ പാഡിൽ കൊണ്ട് മുന്നോട്ട് കുനിയാൻ പറ്റില്ല. എന്താ നമ്മളെ പൈസകളിൽ ഇവൻ ലാഭം ഉണ്ടാക്കി ശമ്പളം വാങ്ങുന്നുണ്ട്. ലോകത്തിൽ ഭാവം നോക്കുന്ന ലോൺ കിട്ടുന്നതുകൊണ്ട് മിണ്ടൂല. അതിന് വരെ എന്താ വന്ന് ഓ നമ്മളെ സ്വന്തമല്ലോ. ഒന്ന് മുന്നോട്ട് കഴിഞ്ഞാൽ തീർന്നു നമ്മുടെ പ്രശ്നം. മാങ്ങയും ചക്കയും കൂടുമ്പോ മാവിന്റെയും പ്ലാവിന്റെയും കൊമ്പ് മേലോട്ട് ഉയരുന്നല്ലോ, താഴോട്ട് താഴുന്നല്ലേ. മരങ്ങൾ താഴുന്നു പലാകമത്തിനാൽ, പരം നമിക്കുന്നു നവാമ്പുവാൽഖനം. നമ്മുടെ കാലിന്റെ മുട്ട് മാത്രമേ പുറകോട്ട് മടങ്ങൂ. അത് എന്തിനാ പുറകോട്ട് മടക്കി വെച്ചെന്നറിയോ? മുന്നോട്ട് ഓടാൻ. മുന്നോട്ട് ഓടാൻ വേണ്ടി. ബാക്കിയെല്ലാം മുന്നോട്ടാ. ബാങ്കിന്റെ ചെയർമാന്റെ കൊച്ചുകുട്ടി വന്നു വീട്ടിൽ. നല്ല വാത്സല്യമുണ്ട്, പക്ഷേ ഇയാൾ ചെയർമാനാ, കുനിയില്ല. മാമനെ നമ്മൾ കുട്ടിയിലേക്ക് കുനിഞ്ഞാലേ കുട്ടി നമ്മളിലേക്ക് ഉയരും. ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയും. അടുത്തത് ടി, ടച്ച്. നമ്മൾ പരിഗണിക്കാത്ത, നെഗ്ലക്ട് ചെയ്യുന്ന ഒരു ഇന്ദ്രിയമുണ്ട്, അറിയാമോ? 5 ഇന്ദ്രിയങ്ങളിൽ കണ്ണ്, മൂക്ക്, നാക്ക്, കാത് ഭയങ്കര. തൊക്കോ അത് പൗഡർ ഇടാനും റോസ് പൗഡർ പൂശാനും ഇടാൻ വേണ്ടി മാത്രമല്ല. അതാണ് വികാരങ്ങളുടെ ഇവിടെ ഒരു ഗ്രന്ഥിയുടെ, അതിന്റെ പേരെന്താന്ന് അറിയോ? സ്നേഹഗ്രന്ഥി. സ്പർശനം ഒരു പ്രധാന ഘടകം. സ്പർശനം തൊടണം, മക്കളെ തൊടണം, അച്ഛനമ്മമാരെ തൊടണം, കെട്ടിപ്പിടിക്കണം. വാത്സല്യം എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ല മലയാളികൾ. വാത്സല്യം എന്ന് പറഞ്ഞാൽ ടീച്ചർ വാത്സല്യം, വത്സം എന്ന വാക്കിൽ വാത്സല്യം ഉണ്ടായത്. വത്സം എന്ന് പറഞ്ഞാൽ നെഞ്ചോട് ചേർത്ത് അതാ വാത്സല്യം. തൊടണ്ടേ, കെട്ടിപ്പിടിക്കണ്ടേ, മുത്തം കൊടുക്കണ്ടേ. ഏത് കുരുത്തപ്പെട്ട കുട്ടികളും പൂച്ചേനെ പോലെ അനുസരിക്കാൻ ഒരു മർമ്മമുണ്ട്, അറിയാമോ? പുറത്ത് ചോദ്യം കൊടുക്കാം, അനുസരിച്ചു. പുറത്ത് മാത്രം കണ്ടുപിടിച്ച് ചെയ്യാം. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ലിംഗേരിയ പുറത്തിനാണ്. ഒരു ഉപകാരമില്ല. ഒരു കയ്യോണ്ട് കാലോടെ എന്തെല്ലാം ഉപകാരമുണ്ട്. എന്തിനായി പുറ ഇത്ര വലുത്? അത് അതാ മതി. അപ്പൊ മുഹമ്മദ് ബഷീർ പറഞ്ഞു, ഞാൻ കണ്ടുപിടിച്ചത് ഒന്ന് സ്പർശിക്കൂ. ആ സ്പർശനം ഭാര്യയും ഭർത്താവും സ്പർശനം ഇരുട്ടത്ത് പോരാ. മക്കളുടെ മുന്നിൽ അടുത്തിരുന്ന് വർത്തമാനം പറയുന്ന അച്ഛനമ്മമാരെ കുട്ടികൾ കാണുന്നു. ഇത് വീട്ടിൽ മിക്ക ഭാര്യ ഭർത്താക്കന്മാരും കീഴും. അത് കുട്ടികളിൽ സ്വഭാവ വൈകൃതം ഉണ്ടാക്കും. പരസ്പരം പ്രേമിക്കണം അച്ഛനും അമ്മയും. പ്രേമം എന്ന് പറഞ്ഞാൽ കല്യാണം വരെയുള്ള തരികിടിയാണെന്ന് ധരിച്ചു പോയിരിക്കുന്ന വീട്ടുകളാണ്. പ്രണയം വിവാഹം മുതൽ മരണം വരെ പുഷ്പിച്ച് വികസിക്കേണ്ടതാണ് പ്രേമം. പ്രേമത്തിൽ വേറെ പ്രശ്നവുമില്ല, മരിക്കുന്നവരെ പ്രേമിക്കാം. എന്താ തെളിവ്? സബലവി യാത്ര തന്നെ എന്നൊക്കെക്കാടിന്റെ കവിത വായിക്കൂ. ആശുപത്രി കിടന്നിട്ട് ഈ പഴങ്കൂട് ഒരു ചുമക്കടിയിടറി വീഴാം, അപ്പോഴും പറയാം നീ അണിയത്ത് ചേർന്ന് നിൽക്കൂ സഖി, വരും കൊല്ലം ആരെന്നും എന്തെന്നും ആർക്കറിയാം. ധനുമാസരാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി, ഞാൻ ഈ ജനലരി പിടിച്ചൊട്ടു നിൽക്കട്ടെ, ഈ പഴംകൂടൊരു ചുമക്കടിയിടറി വീഴാ. അതുകൊണ്ട് ഇത് കല്യാണം വരെ രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും ഐ ലവ് യു നായി, ദിവസം 3 നേരം ഐ ലവ് യു. വിവാഹം കഴിഞ്ഞിട്ട് ഒരു തവണ പറഞ്ഞു ഐ ലൈക്ക് യു. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് പറയാൻ പാടില്ല. എന്താ പറയാത്തത്? വിവാഹം കഴിഞ്ഞാൽ എന്താ ഐ ലവ് യു പറയാത്തത്? കുന്നംകുളത്ത് LIC-ക്കാർക്ക് ഒരു ക്ലാസ് കഴിഞ്ഞില്ല 6 മാസം മുമ്പേ. അവിടുന്ന് ആരൊക്കെ ഒരു മറുപടി കിട്ടിയ ഒരു രസമുള്ള മറുപടി. കല്യാണം കഴിഞ്ഞാൽ എന്താ ഐ ലവ് യു പറയാത്തെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറയും, അതെന്താ പറയാത്തെന്ന്. എന്താ? ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടത്. അപ്പൊ ഇലക്ഷന്റെ തട്ടിപ്പണി. അപ്പൊ അതുകൊണ്ട് തൊടണം, സ്പർശനം. ഈ തൊക്കിലാണ് നമ്മുടെ വികാരങ്ങൾ. നമുക്ക് അനുഭൂതിയോ സന്തോഷം ഭയമൊക്കെ വരുമ്പോ രോമകൂപങ്ങൾ ഇങ്ങനെ കിടങ്ങി, അതിന്റെ പേരാണ് രോമാഞ്ചം. ഇനി രോമം ഇല്ലാത്തവർക്ക് തോലാഞ്ചം ഉണ്ടാകും. അതുകൊണ്ട് ടച്ച് പ്രധാനമാണ്. ഹൃദയത്തിൽ തൊട്ട് സംസാരിക്കൂ, ശരീരത്തിൽ തൊട്ട് സംസാരിക്കൂ. ബാഡ് ടച്ച്
നമ്മുടെ പേഴ്സണാലിറ്റി കണ്ണിൽ. നമുക്ക് ഈ ക്യാപ്ചർ അറിയില്ലേ, ക്യാപ്ചർ OTP നമുക്ക് ഈ ബാങ്കിന്റെ ഇടപാടിലും മറ്റുള്ളതൊക്കെ നമുക്ക് യൂണീക്ക് ഐഡന്റിറ്റി അല്ലേ ക്യാപ്ചർ. എന്നാൽ മനുഷ്യർ ഈ ഭൂമിയിൽ സൃഷ്ടിക്കുമ്പോൾ തന്നെ ക്യാപ്ചർ ഉണ്ട്. അതാണ് നമ്മുടെ തമ്പി പ്രശ്നം കണ്ണു. ഗൾഫിൽ പോകുമ്പോ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കണ്ണിന്റെ ഫോട്ടോ എടുക്കുക, തിരിച്ചു വരുമ്പോ കണ്ണിന്റെ ഫോട്ടോ എടുക്കും. കണ്ണ് ഓരോ വ്യക്തിക്കും പ്രത്യേകമാണ്. ആ കണ്ണിൽ നോക്കി സംസാരിക്കൂ. കണ്ണിന്റെ കൃഷ്ണമണി മധ്യത്തിലാവണം മക്കളോട് വർത്തമാനം പറയണം. ചില ആളുകൾ താഴെയാ, എവിടെയാ പോയെ, എന്തായിരുന്നു പരിപാടി, കൃഷ്ണമണി താഴെ. ചില ആള് രണ്ടു തെറ്റാ, മധ്യത്തിൽ. ഐ കോണ്ടാക്ട് പ്രധാനമാണ്. മഹാഭാരത യുദ്ധം ഉണ്ടായത് മക്കളെ നോക്കാൻ അച്ഛനമ്മമാരിലേക്കാ. ധൃതരാഷ്ട്രക്ക് 100 മക്കളാ, ഒന്നിനെ പോലും അച്ഛൻ കണ്ടില്ല. ജന്മനാന്തനാ. ഗാന്ധാരിക്ക് കണ്ണു കാണും, പക്ഷെ ഭർത്താവ് അന്ധനാണെന്നുള്ള വിവരം വിവാഹം പന്തില്ല എന്നാ അറിയുന്നത്. അതിലുള്ള ദേഷ്യം വന്നിട്ട് മന്ത്രകോടി എടുത്ത് കണ്ണ് കെട്ടിയിട്ട് ശപഥം ചെയ്തു, തന്റെ ഭർത്താവിന് കാണാത്ത ലോകം ഞാനും കാണില്ല. 100 ആണിനെയും ഒരു പെണ്ണിനെയും വെച്ചു, ഒന്നിനെ പോലും അച്ഛനും കണ്ടില്ല അമ്മയും കണ്ടില്ല. 100 പടഞ്ഞു മരിച്ചില്ലേ? ഈ അച്ഛനമ്മമാർ മരിച്ചപ്പോ ഒരു കർമ്മം ചെയ്യാൻ ഒരാൾ ബാക്കിയുണ്ടായോ? ഇല്ല. അവസാനം പുത്രവിയോഗ ദുഃഖത്താൽ കാട്ടിലേക്ക് ഓടിപ്പോയി, കാട്ടുതീയിൽപ്പെട്ട് പച്ചക്ക് വന്ന് മരിച്ചു. എന്തേ? കണ്ണിൽ നോക്കും. ഭർത്താവിന് കണ്ണു കാണൂലേ, ഭാര്യ ഭർത്താവിന്റെ കണ്ണാകണമെന്നുള്ള ഒരു പഴയ സിനിമ പാട്ടുണ്ട്, ഓർമ്മയുണ്ടോ? കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്ത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരെ. കണ്ണിൽ നോക്കുക. അപ്പൊ സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, SOFTEI. അടുത്തത് നോഡിംഗ്. നോഡിംഗ് എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് വേ ഓഫ് ലൈഫ്. അതിന്റെ ബോഡി ലാംഗ്വേജ് ആണ് നോഡിംഗ്. തല കുലിക്കുക, മറ്റുള്ളവരെ അംഗീകരിക്കാൻ തയ്യാറാവുക. മറ്റുള്ളവരെ അംഗീകരിക്കാൻ തയ്യാറാവുക. ആ ശരിയാ അല്ലെ? മക്കള് പറഞ്ഞാലും ഭാര്യ പറഞ്ഞാലും ആര് പറഞ്ഞാലും സമ്മതിക്കാൻ തയ്യാറാവുക. അല്ലെങ്കിൽ നെഗറ്റീവ്. വരും എന്ന് പറയുമ്പോ കുറെ ആളുകൾ വരൂല എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് മനോഭാവം കേരളത്തിൽ കണ്ടു. ഒരാള് പറഞ്ഞു മെസ്സി വരും, അർജന്റീന കളിക്കും. കുറെ ആള് പറഞ്ഞു വരൂല. വരും എന്ന് പറഞ്ഞാൽ ഇതാ സ്റ്റേജിലിരിക്കുന്നത്. വരൂല, വരാതിരിക്കുന്നതിൽ ഇഷ്ടപ്പെടുക. വരുന്നത് സന്തോഷല്ലേ? വരൂല സമ്മതിക്കും. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ MLA MP പഞ്ചായത്ത് മെമ്പറേയും വോട്ട് ചെയ്യലല്ല, മനുഷ്യരും ഒത്തുചേരുന്ന രസതന്ത്രമാണ്. അപ്പൊ കുടുംബങ്ങളിൽ ഒത്തുചേർന്നിട്ട് പരസ്പരം അംഗീകരിക്കുക. നമ്മുടെ പല ഗൃഹനാഥന്മാരും ആരാന്നറിയോ? പൽവാദേവൻ. ഭാര്യ മക്കൾ കട്ടപ്പ അടിമാണ്. ചായ ചോറ് എന്തിന് നമ്മുടെ MLA MP പഞ്ചായത്ത് പ്രസിഡന്റോ ആരും ആവട്ടെ, വലിയ ഉദ്യോഗസ്ഥനും വീട്ടിലെത്തുമ്പോ നമ്മുടെ ഈഗോ അയച്ചിട്ട് പുറത്തില്ല, ചെയ്യിപ്പിക്കുന്നത്. അവിടെയൊക്കെ വെറും അച്ഛനും അമ്മയും വെറും സുഹൃത്തുക്കളാണ്. ഈക്വാലിറ്റി ഉണ്ടാവണം. അത്തരത്തിൽ വീട് പരസ്പരം ബഹുമാനിക്കുന്ന, പരസ്പരം അംഗീകരിക്കുന്ന, തലകുലുക്കുന്ന വീടാവുക. നോഡിംഗ്. അപ്പോ സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിംഗ്. ഈ പ്രക്രിയയിലൂടെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന നമ്മുടെ ന്യൂ ജനറേഷൻ നേരിടുന്ന ഏറ്റവും വലിയ മസ്തിഷ്ക വരൾച്ചയെ നേരിടുക. അതിലൂടെ മനസ്സ് രൂപപ്പെടുത്തി